കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരാശയം മാത്രം പറഞ്ഞ് വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, നമ്മളുടെ മുഖം വചന ശുശ്രൂഷ നടക്കുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെ, നല്ലൊരു സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കണം. പഴയ കാലത്തെ LED ബൾബ്സൊക്കെ വരുന്നതിന് മുൻപുള്ള ബൾബുകൾ പരിചയമുള്ളവർക്കറിയാം, 100 വാട്ട്സിൻ്റെ ബൾബുണ്ട്. അതേസമയം ടെക്നിക്കലി അത് സാധ്യമല്ലെങ്കിലും 0 വാട്ടിൻ്റെ ബൾബും കണ്ടിട്ടുണ്ടായിരിക്കും. ആ 0 വാട്ട് എന്നുള്ളത് ആക്ച്വലി തെറ്റായൊരു പ്രയോഗമെങ്കിലും ആ 0 വാട്ട് എന്ന ആൾക്കാർ വിളിച്ചു വന്ന ആ ചെറിയ ബൾബ് പരിചയമുള്ള എത്ര പേരുണ്ട്? നമുക്കെല്ലാം മനസ്സിലാവും. കർത്താവിൻ്റെ ദാസൻ വളരെ വ്യക്തമായി പറഞ്ഞു, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ 0 വാട്ട് ബൾബായിട്ട് ഇരിക്കല്ല്, 100 വാട്ടിൻ്റെ ബൾബ് പോലെ നമ്മളുടെ മുഖം പ്രകാശിച്ചിരിക്കണം. ഇന്നും അങ്ങനെ ചിലരുടെ മുഖം പ്രകാശിക്കുവാൻ പോകുകയാണ്. കാര്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. 0 വാട്ട് പോലെ ഇരുന്നാൽ മുഖം ലജ്ജിച്ചു പോകും. പകരം ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ഇന്ന് വചന ശുശ്രൂഷയിൽ എനിക്ക് ആവശ്യമുള്ള ചിലതുണ്ട്, ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ എനിക്ക് ആവശ്യമുള്ളത് ചിലതുണ്ട് എന്നുള്ള സന്തോഷത്തോടെ ആ ഒരു പുഞ്ചിരിയോടെ ഇരുന്നാൽ, പറയട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിവിടെ ചെയ്തെടുക്കുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ടായിരിക്കും. യു വിൽ ഹാവ് സംതിങ്. സോ വാക്യം വായിച്ചാരംഭിക്കാം. നമ്മളുടെ സങ്കീർത്തനങ്ങൾ നാം കഴിഞ്ഞ 2-3 മാസങ്ങളായി ഒന്നിലധികം പ്രാവശ്യം ചെറിയ മീറ്റിങ്ങുകളിലൊക്കെ വായിക്കുകയും അർദ്ധരാത്രിയുടെ പ്രാർത്ഥനയിൽ വായിക്കുകയും ചെയ്ത ഒരു വാക്യം ഇന്ന് വായിക്കുവാൻ ഒരു നിയോഗമുണ്ട്. 119 സങ്കീർത്തനം 62 വാക്യം. സാം 119, 119 സങ്കീർത്തനം അതിൻ്റെ 62 വാക്യം പല പ്രാവശ്യം വായിച്ചതാണല്ലോ. ഇന്ന് അതിന് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. Psalm 119 and verse number 62. ആദ്യം മൈക്കിൽ കൂടെ ആരെങ്കിലും ഒരാൾ വായിക്കും. അതിനുശേഷം ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും അപ്പോഴത്തേക്ക് അവിടെ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരിക്കൽ കൂടെ മൈക്കിൽ കൂടെ ശബ്ദമുയർത്തി വായിക്കുമ്പോൾ ചേർന്ന് വായിക്കും. ആദ്യമേ ആരെങ്കിലും ഒരാൾ മൈക്കിൽ കൂടെ വായിച്ചാലും Psalm 119 and verse number 62. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. താങ്ക് യു. അതേ വാക്യം നമ്മളെല്ലാവരും കൂടെ ചേർന്ന്, ഇംഗ്ലീഷിൽ വായിക്കുന്നവരങ്ങനെ, വ്യത്യസ്ത ഭാഷകളിൽ വായിക്കുന്നവരങ്ങനെ, മലയാളത്തിൽ വായിക്കുന്നവർ ചേർന്ന് വായിക്കാം. Psalm 119 and verse number 62. Because of thy righteous judgments. Amen. Our righteous judgments, നീതിയുള്ള വിധികൾ ദൈവം ഉണർത്തുവാൻ ചിലർ അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചിരിക്കണം. മെസ്സേജിലേക്ക് കടക്കുന്നതിൻ്റെ മുൻപേ ആദ്യമേ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു കാര്യം പറയട്ടെ. ഈ ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്ക് അർദ്ധരാത്രിയുടെ യാമത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ് ചിലതിൻ്റെ മേൽ വന്നിരിക്കും. സോ പല പ്രശ്നങ്ങളുടെയും പിൻപിലുള്ള പരിഹാരങ്ങൾ, പല ബന്ധനത്തിൻ്റെയും പിൻപിലുള്ള പരിഹാരങ്ങൾ ഇന്ന് രാത്രിയിൽ മുതൽ ആരംഭിക്കത്തക്കതുപോലെ ഈ ആരാധനയിൽ ഇതിൻ്റെ അകത്തും ഈ ശബ്ദപരിധിക്കുള്ളിൽ ബഥൽ റേമ റേഡിയോയിൽ കൂടെ, അല്ല വെബ്കാസ്റ്റിൽ കൂടെ, ഹാർവസ്റ്റ് ടെലിവിഷനിൽ കൂടെ എന്നീ ശബ്ദം ശ്രവിക്കുന്ന ചിലത് ആഗ്രഹത്തോടിരുന്നാൽ അർദ്ധരാത്രിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ചിലതിൻ്റെ മേൽ പകർന്നിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, രാത്രി എന്നെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക കൃപ എനിക്കുണ്ടായിരുന്നു, എങ്കിലും ചില നാളുകളായി എനിക്കത് ചെയ്യുവാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു, രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, രാത്രി മുഴുവൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കത്തക്കതുപോലെ ഒരു പ്രത്യേക കൃപ കർത്താവ് എനിക്ക് മടക്കി തന്നു. ഇന്ന് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുൻപേ ജോലി തിരക്കും അതിൻ്റെ ബദ്ധപ്പാടുകളും അതിൻ്റെ സകല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ നടുവിൽ അർദ്ധരാത്രിയുടെ യാമത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ മാനുഷിക പ്രയത്നങ്ങൾക്ക് സാധിക്കാത്തത് ശരീരത്തിൻ്റെ ക്ഷീണത്താൽ പരിമിതികൾ ഉള്ളപ്പോൾ അർദ്ധരാത്രിയുടെ യാമത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ചിലരുടെ മേലൊരു പുതപ്പ് വരികയും അവർ വാസ്തവത്തിൽ ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അത് സ്വീകരിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചതങ്ങ് സ്വീകരിച്ചാട്ടെ. Amen. So അർദ്ധരാത്രിയുടെ യാമത്തിൽ ഞാൻ ഉണർന്ന് അങ്ങേക്ക് നന്ദി അർപ്പിക്കും, സ്തോത്രയാഗങ്ങൾ അർപ്പിക്കും. And why? അത് ചെയ്യുവാൻ കാര്യം ദൈവത്തിൻ്റെ ന്യായമുള്ള നീതിയുള്ള വിധികൾ ഹേതുവായി. മറ്റൊരു ഭാഷയിൽ ദൈവം എനിക്ക് വേണ്ടി ചില നീതിയുള്ള വിധികൾ കൽപ്പിച്ചതും കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ എഴുന്നേൽക്കും എന്നൊരാശയത്തിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും ഇന്ന് ഞാൻ മറ്റൊരു തലത്തിലേക്ക് അതിനെ ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെങ്കിൽ നിന്നും നീതിയുള്ള വിധികൾ പുറപ്പെട്ടു വരുവാനായി ഞാൻ അർദ്ധരാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കും. ഈ നീതിയുള്ള വിധികൾ, ജഡ്ജ്മെന്റ്സ് എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിൽ സങ്കീർത്തനക്കാരൻ ഉപയോഗിച്ചിരിക്കുന്നത് മിഷ്പാത്ത് എന്നുള്ളൊരു വാക്കാണ്. മിഷ്പാത്ത്. ആ വാക്കിന് ഞാൻ പറയുന്ന വാക്കുകൾ ആവർത്തിക്കുകയില്ല, അതുകൊണ്ട് ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അല്പം കൂടെ ഡീറ്റെയിൽ ആയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ നോട്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഡീപ്പർ
ആസ്പെക്ട്സ്, ആഴമേറിയ ചില തലങ്ങൾ, ആത്മീയ വർധനവിന് പ്രയോജനപ്പെടുന്ന ചില ആശയങ്ങൾ ലഭിക്കും. മിഷ്പാത്ത് എന്നുള്ള എബ്രായ വാക്ക് പല ആശയങ്ങളിൽ അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, വേർഡിക്റ്റ്. വേർഡിക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇന്ത്യൻ കോടതികളിൽ ഇല്ലാത്തൊരു വാക്ക്, അധികം നമ്മൾ കാണാത്തൊരു വാക്കാണ് ജൂറി. ജൂറി എന്ന് പറഞ്ഞാൽ പലർ കൂടിയിരുന്ന് ഒരു കേസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ്, കൂട്ടത്തെയാണ് ജൂറി എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ കോടതികളിൽ ജൂറി നമ്മൾ കാണാറില്ല. എങ്കിലും ജൂറി എന്നുള്ളവർ, ഇല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഗ്രഹിക്കുവാൻ, പഠിക്കുവാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇരിക്കുന്നവർ വരുന്ന കൺക്ലൂഷനെ വിളിക്കുന്ന പേരാണ് വേർഡിക്റ്റ്. 3 പേരുള്ള ഒരു ബെഞ്ചിൽ, 3 ജഡ്ജന്മാർ ഇരിക്കുന്ന ഒരു ബെഞ്ചിൽ അവർ വരുന്ന ഒരു കൺക്ലൂഷൻ, അവരുടെ ഫൈൻഡിങ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് വേർഡിക്റ്റ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തുടർന്ന് കഴിയുമ്പോൾ വരും ഇയ്യോബിനെ വിരോധമായ ചില ഫൈൻഡിങ്സ് ഇത് അക്യൂസർ, അപവാദി കൊണ്ടുവന്നു കൊടുത്തു. അതിനെ വിളിക്കുന്ന പേരാണ് വേർഡിക്റ്റ്, മിഷ്പാത്ത്. എനിക്ക് നീതിയുള്ള ചില വിധികൾ പുറപ്പെട്ടു വരുവാൻ എന്ന് പറയുമ്പോൾ, അപവാദി അവിടെ അപവാദങ്ങൾ ഉയർത്തുമ്പോൾ അതിൻ്റെ നടുവിൽ തന്നെ, അവിടെ വെച്ച് തന്നെ അതിനെ വെട്ടുവാൻ ഞാൻ അർദ്ധരാത്രിയുടെ യാമത്തിൽ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കും. ഒന്ന് വേർഡിക്റ്റ്. 2, ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ വേർഡിക്റ്റ് വന്ന കൺക്ലൂഷൻ, വന്ന ഫൈൻഡിങ്സ്, വന്ന ആശയങ്ങൾ ഒരു ജഡ്ജിന്റെ വായിൽ നിന്ന് വരുമ്പോൾ അതിനെ ജഡ്ജ്മെന്റ് എന്ന് വിളിക്കും. അത് ഈ വ്യക്തി കുറ്റക്കാരനാണ്, ഇല്ലെങ്കിൽ ഈ വ്യക്തി കുറ്റക്കാരനല്ല എന്നുള്ള വിധി പുറപ്പെടുന്നതിനെയാണ് ജഡ്ജ്മെന്റ് എന്ന് വിളിക്കുന്നത്. യോബിന്റെ കേസിൽ വിധി പുറപ്പെടുന്നതിന്റെ മുൻപേ, വേർഡിക്റ്റിന്റെ സാഹചര്യത്തിൽ തന്നെ, അപവാദിയുടെ വാക്കുകളുടെ മുൻപിൽ തന്നെ ചില കാര്യങ്ങൾ സംഭവിച്ചു. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കഴിയുമ്പോൾ മനസ്സിലാകത്തക്കതുപോലെ പറയാമെങ്കിലും, വേർഡിക്റ്റ് ഉയരുമ്പോൾ തന്നെ, വിധികൾ വരുന്നതിന് മുൻപേ തന്നെ ചില വേലികൾ പൊളിച്ചു കളയുവാൻ നിൽക്കുന്ന ശത്രുവിൻ്റെ സകല പരിശ്രമത്തെയും അതിനെ ശാസിക്കുവാൻ അർദ്ധരാത്രിയിൽ ഉണർന്നാൽ അതിനൊരു അർത്ഥമുണ്ട്. 2, സെന്റൻസ്, ജഡ്ജ്മെന്റ്. വിധികൾ പുറപ്പെടുമ്പോൾ അതിനുവേണ്ടി ചിലർ പ്രാർത്ഥിച്ചാൽ, അർദ്ധരാത്രിയുടെ യാമത്തിൽ എണീറ്റ് സ്തോത്രം ചെയ്താൽ വിധികളിൽ, ജഡ്ജ്മെന്റ്സിൽ ചില വ്യത്യാസങ്ങൾ വന്നിരിക്കും. 3, സെന്റൻസിങ്. ഇതേ മിഷ്പാത്ത് എന്നുള്ള വാക്ക് സെന്റൻസിങ് എന്നുള്ള ജുഡീഷ്യൽ ടേം, ഇല്ലെങ്കിൽ ലീഗൽ ടേം പറയുവാൻ ആഗ്രഹിക്കുന്നു. സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ന്യായം വിധിക്കുവാൻ പോകുകയാണ്, കണ്ടുപിടുത്തം എങ്ങനെയാണ്, ജഡ്ജിനും അത് ബോധ്യമായി, അതുകൊണ്ട് നിന്റെ ശിക്ഷ എന്തായിരിക്കും, ശിക്ഷാവിധി എന്തായിരിക്കും, അതിനെയാണ് സെന്റൻസിങ്. പണിഷ്മെന്റ് എന്തായിരിക്കും, അതിനെയാണ് സെന്റൻസിങ് എന്ന് വിളിക്കുന്നത്. മിഷ്പാത്ത് എന്നുള്ള വാക്കിന് വെർഡിക്റ്റ്, കണ്ടുപിടുത്തം എന്താണ്, ജഡ്ജിന്റെ മനസ്സിൽ വരുന്ന ആശയം എന്താണ്, ജഡ്ജ് അതിനെ തുടർന്ന് ഉണ്ടാക്കുന്ന വിധി ഇല്ലെങ്കിൽ ശിക്ഷാവിധി, പണിഷ്മെന്റ് എന്താണ്, ഇല്ലെങ്കിൽ അക്വിറ്റൽ, അവനെ പുറത്തു വിടുകയാണോ, ഫ്രീ ആയിട്ട് വിടുകയാണോ. മാത്രമല്ല അതേ വാക്കിനാൽ ഡിക്രീ എന്നുള്ളൊരു വാക്ക്, അതിന് ഉത്തരവ് എന്നാണ് മലയാളത്തിൽ ഒരു കറക്റ്റ് ട്രാൻസ്ലേഷൻ. ഡിക്രി എന്ന വാക്ക് പറയുമ്പോൾ ഒരു ജഡ്ജിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല, പകരം ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു രാജാവോ പ്രസിഡന്റോ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന നിയമങ്ങളും, മലയാളത്തിൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ചട്ടങ്ങൾ, നിന്റെ ചട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ന്യായാധിപതി പറയുന്ന വിധിയല്ല, പകരം ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രസിഡന്റ് പോലുള്ള ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന, ബൈബിൾ ഭാഷയിൽ പറയുമ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ചില നിയമങ്ങളെ, ലെജിസ്ലേഷൻസ്, നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് ഡിക്രി. നിയമത്തിന്റെ ശക്തി അതിന്റെ പിൻപിലുണ്ട്. നിന്റെ ചട്ടങ്ങൾ എൻ്റെ ഭവനത്തിൽ ഞാൻ സൂക്ഷിക്കുമെന്നൊക്കെ പറയുന്ന വാക്കുകൾ അറിയാം. ചട്ടങ്ങൾ, ന്യായപ്രമാണങ്ങൾ, വിധികൾ, പല വാക്കുകൾ ബൈബിളിൽ കാണുവാൻ സാധിക്കും. സോ ഓരോ വാക്കിനും അതിൻ്റെ അർത്ഥമുണ്ട്. ഇവിടെ മിഷ്പാത്ത് എന്നുള്ള ഒറ്റ വാക്കും കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് വിരോധമായി വരുന്ന അപവാദിയുടെയും പ്രതിയോഗിയുടെയും ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന ന്യായവിധികളുടെയും ശിക്ഷാവിധികളുടെയും രാജാവ് എന്ന സ്ഥാനത്തുള്ള വിധികൾ ദൈവത്തിങ്കിൽ നിന്നും മാത്രമല്ല, ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പല വിധികൾ ന്യായ കോടതികളിൽ നിന്നും നിയമസഭകളിൽ നിന്നും പാസ്സാകുന്ന പല വിധികളും നിയമങ്ങൾക്ക് പോലും വ്യതിയാനങ്ങൾ വരുത്തുവാൻ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കാര്യം അതിലേക്ക് മാത്രം ഇറങ്ങിയാൽ ഇന്നത്തെ മെസ്സേജ് അവിടെ കൊണ്ട് മാത്രം അതിനേക്കാൾ അധികം പോകുവാൻ സാധിക്കുകയില്ല. എങ്കിലും ഇത് പഠിക്കുവാൻ സാധിക്കുന്ന താല്പര്യമുള്ളവർ വേർഡിക്റ്റ്, ജഡ്ജ്മെന്റ്, സെന്റൻസസ്, അതുപോലെ പണിഷ്മെന്റ്സ്, അക്വിറ്റൽ, ഒത്തിരി ഉണ്ട്. ജൂറി, ഒത്തിരി ലീഗൽ വാക്കുകളുണ്ട്. ഈ വാക്കുകൾ നെറ്റിൽ ഒന്ന് അന്വേഷിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ പറയട്ടെ, നമ്മളുടെ ആത്മീയ ജീവിതത്തിന് വലിയ വർധനവുണ്ടാകും. കാര്യം ബൈബിളിൽ ചില ആഴമേറിയ തത്വങ്ങൾ പറയുന്നു. ഞാൻ പറയട്ടെ, ദൈവത്തിങ്കിൽ നിന്നും നീതിയുള്ള വിധികൾ പുറപ്പെടുവാൻ എന്ന പകൽക്കാലം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പഠിക്കുവാൻ പോകുക. താല്പര്യമുള്ളവർ ആമേൻ പറഞ്ഞാലും.
കാര്യം എന്താണ്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചെടുത്തുനിന്ന് തുടങ്ങുവാൻ ആരംഭിക്കുക. യേശു കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ പിതാവിനെക്കുറിച്ച് നമ്മൾക്കുള്ള ഗ്രാഹ്യം വരത്തക്കതുപോലെ ആ ആരംഭ പടികൾ പഠിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല, ഒരു പിതാവും പുത്രനും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥനയിൽ, ജീവിത ശൈലിയിൽ, ജീവിത അനുഭവങ്ങളിൽ വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. നമുക്കതിനെക്കുറിച്ച് വളരെ പരിചയമുണ്ട്. മാത്രമല്ല, ദൈവരാജ്യം എന്നുള്ള ആ കൺസെപ്റ്റ്, ആശയം പറഞ്ഞ് ദൈവം ഒരു രാജാവാണ്. രാജാവിൻ്റെ മുൻപിൽ വരുമ്പോൾ രാജാവിന് കൊടുക്കേണ്ട ബഹുമാനം പിതാവാണെങ്കിലും, ഒരു രാജാവിൻ്റെ മുൻപിൽ വരുമ്പോൾ വാത്സല്യത്തോടെ വന്നെങ്കിലും പിതാവിന്റെ മുൻപിൽ വരുന്നതിനേക്കാൾ ഉപരി ഒരു രാജാവിന്റെ മുൻപിൽ വരേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. മാത്രമല്ല, ഒരു ന്യായാധിപതിയായി വരേണ്ട ചില തലങ്ങളെക്കുറിച്ചും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ദൈവം ഒരു ന്യായാധിപതിയാണ്, ജഡ്ജാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബന്ധപ്പാടില്ല. കാര്യം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്നു, പിതാവാം ദൈവം ഒരു വലിയ സിംഹാസനം, വെള്ള സിംഹാസനം ഞാൻ കണ്ടു. അവിടെ ഇരിക്കുന്നത് രാജാവായിട്ടാണെങ്കിലും വിധിക്കുവാനാണ്. എല്ലാ വ്യക്തികളെയും, ആബാലവൃദ്ധം സകലരെയും, ഇന്നുവരെ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച സകലരെയും വിധിക്കുവാനായി ഒരു ന്യായാധിപതിയായി പിതാവാം ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല, യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ബീമാ കോഡ്. ശിക്ഷാവിധിക്കായിട്ടുള്ളതല്ല, നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മൾ പ്രതിഫലം പ്രാപിക്കുവാൻ, മാന്യതകൾ പ്രാപിക്കുവാൻ, ഉയർച്ചകൾ പ്രാപിക്കുവാൻ, ജീവിതത്തിൽ ദൈവം തന്ന അവസരങ്ങൾ ഉപയോഗിച്ച ചിലർ അവർ അതിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ, ശിക്ഷാവിധിക്കായിട്ടല്ല പകരം മാന്യതകൾക്കായി കർത്താവിൻ്റെ ബീമാ കോടതിയെക്കുറിച്ച് സീനിയർ പാസ്റ്റർ ഇവിടെ എടുത്തതും എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ ബീമാ കോടതിയൊക്കെ ചിന്തിക്കുമ്പോൾ ജഡ്ജ്മെന്റ്സ്, ന്യായവിധി, വിധികൾ, ജഡ്ജ്, ന്യായാധിപതി എന്നൊക്കെ പറയുന്നതിന് നമ്മൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. എങ്കിലും ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും ആത്മീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ വീക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചും പഠിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം, ആവർത്തിച്ച് പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കും? പലരും പിതാവ് എന്ന സ്ഥാനത്ത് മാത്രമല്ല രാജാവ് എന്ന സ്ഥാനത്ത് മാത്രം, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം, സൈന്യങ്ങളുടെ രാജാവ്, രാജാധി രാജാവ് എന്നൊക്കെ പറയുവാൻ നമ്മൾക്ക് ബന്ധപ്പാടുകളില്ല. കാര്യം നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കുന്നത് അന്നന്നത്തേക്കുള്ള ആവശ്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, നമ്മളുടെ ആവശ്യങ്ങളിൽ മതിയായതായി തികഞ്ഞു വരുന്ന ദൈവസ്നേഹവും, മാത്രമല്ല ആത്മയുദ്ധത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള ആത്മീയ യുദ്ധത്തിന് ആവശ്യമുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ ആത്മയുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നമുക്ക് പല തരത്തിലുള്ള യുദ്ധങ്ങളുണ്ട്. ഒന്ന് റെസ്ലിംഗ്, നമുക്ക് പോരാട്ടമുള്ളത്. പോരാട്ടം എന്ന് പറയുമ്പോൾ ആത്മയുദ്ധം എന്നൊരു ആശയം തെറ്റല്ല, എങ്കിലും പോരാട്ടം എന്ന് പറയുമ്പോൾ ഒറ്റ ആയുധം അതിൻ്റെ അകത്തില്ല. പോരിൻ്റെ ആയുധങ്ങൾ അല്ല, നമ്മളുടെ ആത്മയുദ്ധത്തിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു. നമ്മളുടെ പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല. പോരാട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തോക്കില്ല, വെടിയില്ല, യാതൊന്നുമില്ല. രണ്ട് വ്യക്തികൾ ഓൺ ക്ലോസ് ക്വാർട്ടേഴ്സ്, അടുത്തു വന്ന് നിന്ന് അവരുടെ കരങ്ങൾ കൊണ്ടും അവരുടെ ശരീരങ്ങൾ കൊണ്ടും മാത്രം യുദ്ധം ചെയ്യുന്നതിനില്ലെങ്കിൽ പോരാടുന്നതിനാണ് റെസ്ലിംഗ്, ഇല്ലെങ്കിൽ പോരാട്ടം എന്ന് പറയുന്നത്. ഒരു കാര്യം ഓർക്കണം, നമ്മളിൽ ഏവർക്കും ഒരു പോരാട്ടമുണ്ട്. ആത്മയുദ്ധവുമായി അതിനെ ഒരളവിൽ പഠിക്കുവാൻ സാധിക്കുമെങ്കിലും പോരാട്ടം എന്നുള്ളത് മറ്റൊരു വിഷയം. ഇന്നങ്ങോട്ട് കടക്കുവാൻ സാധിക്കുകയില്ല. പോരാട്ടത്തിൽ നമ്മൾ ജാലികളായി പോരാടണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞായിരുന്നു, ചട്ടപ്രകാരം നമ്മൾ പോരാടണം, ഇല്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. സോ പോരാട്ടത്തിന് അതിൻ്റെ ചട്ടങ്ങൾ, നിയമങ്ങൾ, അതിൻ്റെ ഡിഗ്രീസ് ഉണ്ട്, ദൈവം നിയമിച്ചിട്ടുള്ളതുണ്ട്. അതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. റെസ്ലിംഗ് മാച്ച്, അവിടെ മാത്രമേ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ ആത്മാവിൽ ഒരു യുദ്ധമുണ്ട്. യുദ്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആയുധങ്ങളുണ്ട്. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒറ്റ ആയുധവും ഫലിക്കുകയില്ല. അതിനേക്കാൾ വലിയ വാഗ്ദത്തം എന്തുവാ? കർത്താവേ, ആ ശത്രുവിൻ്റെ ആയുധപ്പുരയിൽ ഏറ്റവും പുതുതായി ഉണ്ടാക്കി വരുന്ന ആയുധങ്ങൾ പല ലോകക്കാരനും അത് ബാധ്യതയായി മാറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നവുമില്ല. കാര്യം എനിക്കൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ, ഉണർത്താത്തിടത്തോളം അതിന് ശക്തിയില്ല. ആ വാഗ്ദത്തത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ പറയട്ടെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കുകയില്ല.
ദൈവരാജ്യത്തിൽ ഒരു ആത്മയുദ്ധമുണ്ട്. നമുക്കും ആത്മാവിൽ യുദ്ധം ചെയ്യുമ്പോൾ നമ്മളുടെ ആത്മാവിൽ നമ്മളുടെ ആയുധങ്ങൾ ഭയങ്കരം ശക്തമാണ്. പോരാട്ടത്തിൽ നമ്മൾക്ക് ദൈവം നമ്മളുടെ വിരലുകളെ പോരിനായി, നമ്മളുടെ കരങ്ങളെ യുദ്ധത്തിനായി അഭ്യസിപ്പിക്കും, വിരലുകളെ പോരിനായി അഭ്യസിപ്പിക്കും. സോ പോരാട്ടത്തിൽ നമ്മൾക്ക് ജയമുണ്ട്. അതിൻ്റെ ഡിക്രീസ്, അതിൻ്റെ ചട്ടങ്ങൾ, അതിൻ്റെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തൊടുവാൻ സാധിക്കുകയില്ല. ആത്മയുദ്ധത്തിൽ ആത്മാവിൻ്റെ ആയുധങ്ങൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾക്കുള്ള ആയുധങ്ങൾ, വചനമാകുന്ന വാൾ മുതൽ പല കാര്യങ്ങളെക്കുറിച്ച് ആത്മയുദ്ധത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അനേക ആയുധങ്ങളുണ്ട്. ശത്രുവിൻ്റെ ആയുധങ്ങളും ഫലിക്കുകയില്ല. എങ്കിലും പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ വായിക്കുന്നില്ല. യേശു കർത്താവ് പറയുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ഒരു ഉപമ പറഞ്ഞു കൊടുത്തു. എന്താണ്? ഒരു ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപതിയെ കുറിച്ച് പറഞ്ഞു, ഒരു ജഡ്ജിനെ കുറിച്ച് പറഞ്ഞു. മറുവശത്ത് നിൽക്കുന്നത് ഏറ്റവും ബലഹീനമായ ഒരു വിധവയായ സ്ത്രീയാണ്. വിധവയ്ക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കുവാൻ ഞാനിത് പറയുകയാണ്. പോരാട്ടത്തിൽ ജയിക്കുന്നവർ, ആത്മയുദ്ധത്തിൽ ജയിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എങ്കിലും ദീർഘനാളുകളായി, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുവാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഇതാണ്: ദീർഘനാളുകളായി ആത്മയുദ്ധത്തിൽ, പോരാട്ടത്തിൽ ജയം വരാതിരിക്കുന്ന ചിലതിനോട് പറയട്ടെ, ആ ആത്മയുദ്ധത്തിന്റെ യുദ്ധക്കളത്തിൽ നിന്നും, പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ നിന്നും ഒന്ന് മാറി ദൈവത്തിന്റെ മുൻപിൽ ന്യായവിധികൾക്കായി വന്നു നിന്നോ. ചില ദീർഘനാളുകളായി വരാത്ത ചില വിധികൾ അവിടെ വന്നിരിക്കും. ഈ ആശയം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആത്മാവിൽ നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം. പോരാടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ജയമുണ്ട്. എങ്കിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ, ആത്മയുദ്ധത്തിലേക്ക് കടക്കുമ്പോഴും അവിടെ ജയമില്ലാതെ ദീർഘനാളുകളായി ആയിരിക്കുന്ന ചിലതിനോട് പറയട്ടെ, ദീർഘനാളുകൾ കൊണ്ട് മറുപടി വരാതിരിക്കുന്ന ചിലതിന് എന്ന് പകൽക്കാലം സ്വർഗീയ കോടതിയിൽ കയറിയെങ്കിൽ പെട്ടെന്ന് ചില മറുപടികൾ വന്നിരിക്കും. അനേക വചനഭാഗങ്ങളിൽ നിന്നും ഇതെടുത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കും. ഒരു വാക്യം വായിക്കാം. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യം. ദാനിയേൽ 7:10. ഞാൻ ഇത് കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, ഒരു കോടതിയുണ്ട്. ആ കോടതി വെള്ളസിംഹാസനത്തിന്റെ കോടതി മാത്രമല്ല, ഭീമ കോടതി മാത്രമല്ല, എല്ലാ ദിവസവും എവറി സിംഗിൾ ഡേ നടക്കുന്ന ഒരു പ്രത്യേക കോടതിയെ കുറിച്ച് പറയട്ടെ. ദാനിയേൽ 7:10. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. ഒരു കോർട്ടിൽ ആരെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം, ജഡ്ജ് വന്നിരിക്കുന്ന സമയം മുതൽ ആ കോർട്ടിൽ ന്യായവിസ്താര സഭ ഇരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ന്യായവിസ്താര സഭയുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, തൻ്റെ ശരീരം ചിന്തി തന്ന് നമ്മൾക്ക് വേണ്ടി പുതുവഴി ഉണ്ടാക്കി തന്ന കർത്താവിൻ്റെ രക്തത്താൽ ഇന്നും ഏത് സമയവും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മൾക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആത്മയുദ്ധത്തിനായി ദൂതന്മാരെ അയക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു പടി കടന്ന് ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ ഒരു ന്യായ വിസ്താരത്തിന് ഇരിക്കുന്ന ഒരു സഭയുണ്ട്. അതിലേക്കും നമ്മൾക്കൊരു പ്രവേശനമുണ്ട്. എങ്ങനെ ആ സഭയിൽ പ്രവേശിക്കണം, എങ്ങനെ അതിൽ നിന്നും നീതിയുള്ള വിധികൾ നമ്മൾക്കായി പുറപ്പെട്ടു വരുവാൻ നമ്മൾക്കൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയട്ടെ, നമ്മൾ യേശു കർത്താവിൻ്റെ ആ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ഞാൻ പറഞ്ഞു തരാം. മടുത്തു പോകുന്നത് പോലെ സമയതാംസങ്ങൾ നടക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ യുദ്ധത്തിന് ഇറങ്ങാത്തതല്ല അതിൻ്റെ പ്രശ്നം. നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങൾ ചട്ടപ്രകാരം പോരാടാത്തതല്ല അതിൻ്റെ പ്രശ്നം. പകരം എവിടെയോ നിയമക്കോടതിയിൽ നിന്നും വരേണ്ട ചില വിധികൾ അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ നിന്റെ കാര്യത്തിന് ഒരു വ്യത്യാസം വരികയുള്ളൂ. ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഇയ്യോബിനെ പോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുന്ന ചിലർ, എത്ര പ്രതികൂലം വന്നിട്ടും ഇതുവരെയും വിട്ടുകൊടുക്കാതെ ജീവിക്കുന്ന ചിലർ, ഇന്ന് നിങ്ങളോട് പറയട്ടെ, ന്യായ കോടതിയിൽ ചെന്ന് ചില കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ചിലർ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഉണർന്നു കഴിഞ്ഞാൽ ദീർഘനാളുകളായി മടുത്തു പോകത്തക്കതുപോലെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മീതെ ഇന്ന് ചിലർക്ക് വേണ്ടി ഒരു വിടുതലിൻ്റെ സാധ്യത ദൈവവചനത്തിൽ നിന്നും വരച്ചു കാണിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ചിലർ അടുത്ത തലത്തിലേക്ക് കടന്നുയരണം, പറന്നുയരണം. ജീവിതത്തിൽ വലിയ വിടുതൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
Alright, let me build up my platform. ആ പ്ലാറ്റ്ഫോം ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്തൊരു വാക്യം കൂടെ വായിക്കണം. 1-2 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മെസ്സേജിന്റെ ഫ്ലോയിലേക്ക് നമ്മൾ കടക്കും. പിന്നെ വാക്യങ്ങൾ അധികം വായിക്കുകയില്ല. റെവലേഷൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. ആദ്യം നമ്മൾ കണ്ടു, ഇവിടെ ഒരു ന്യായക്കോടതി വന്നിരിക്കുകയാണ്. പിതാവിന്റെ സന്നിധിയിൽ വരുന്നുണ്ട്, കൃപാസനത്തോട് രാജാവിന്റെ അടുക്കൽ വരുന്നുണ്ട്, എങ്കിലും ഒരു ന്യായക്കോടതിയും സ്വർഗത്തിലുണ്ട്. ഇനിയും വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം 12:10. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപവാദി എന്നുള്ളൊരു വാക്ക് വീണ്ടും തൊടുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടതിന്റെ റിപ്പീറ്റേഷൻ ആയിട്ടല്ല, ഇന്ന് അടുത്തൊരു ലെവലിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുകയും. അക്യൂസർ, അപവാദി എന്നുള്ള വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാറ്റഗറോസ്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം ഒരു നിയമ കോടതിയിൽ ന്യായമായി പോയി ഒരു വ്യക്തിയെക്കുറിച്ച് കുറ്റാരോപണം ചുമത്തുവാൻ അധികാരമുള്ള, ലീഗൽ അധികാരമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, കാറ്റഗറോസ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ ഇല്ലീഗലായി പോകുന്നതല്ല, അവൻ ലീഗലായി തന്നെ ദൈവസന്നിധിയിൽ പോകുന്നതാണ്. അന്യായമായി പിശാചിന് ഒരിക്കലും ദൈവസന്നിധിയിൽ പോയി ഇയ്യോബിനെ കുറിച്ച് ഒരു അപവാദം പറയുവാൻ സാധിക്കുകയില്ല. ഉണ്ടായിരുന്നെങ്കിൽ മോശയുടെ ശരീരത്തിന് വിരോധമായി അപവാദിയായവൻ പറഞ്ഞപ്പോൾ തിരിച്ചൊറ്റ വാക്കും മിണ്ടാതെ അവനെ ഭത്സിക്കുവാൻ സാധിച്ച ഒരു മീഖായലിന്റെ ശുശ്രൂഷ യൂദയുടെ ലേഖനത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ അന്യായമായി പറയുന്നതിനെ ഭത്സിക്കുമ്പോൾ ന്യായമായി പോയി പറഞ്ഞതിനെ ദൈവം ഭത്സിച്ചില്ല. പകരം ദൈവം പറഞ്ഞു, ശരി, ആ വിഷയത്തിൽ നിന്റെ ജൂറി, നിന്റെ വേർഡിക്റ്റ് ഞാൻ കേട്ടു, ഇനിയും ഞാൻ അവനെ ഒന്ന് ശോധന ചെയ്യട്ടെ, ഞാൻ തന്നെ പിന്നത്തേതിൽ അവനെ വീണ്ടെടുപ്പുകാരനായി അവനെ വിടുവിച്ചെടുക്കും. എങ്കിലും ന്യായമായി ദൈവസന്നിധിയിൽ രാപകൽ നമ്മളുടെ കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ പറയുവാൻ ലീഗലായി അധികാരമുള്ള ഒരു സാത്താൻ, ഒരു മഹാസർപ്പം, ഒരു അപവാദി ഇന്നും ഉണ്ട് എന്നുള്ള വസ്തുത മറക്കല്ല്. പലരുടെയും ജീവിതത്തിൽ ദൈവിക വിടുതൽ, വാഗ്ദത്തം, അനുഗ്രഹം, പ്രാർത്ഥനയുടെ മറുപടികൾ പ്രസംഗത്തിൽ കൂടെ ദൈവാത്മാവ് സംസാരിച്ചത്, പ്രവചനത്തിൽ കൂടെ ദൈവാത്മാവ് പറഞ്ഞത് വരുവാനുള്ള സമയമാകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത് പോലെ ന്യായമായി ദൈവസന്നിധിയിൽ പോയി കുറ്റാരോപണങ്ങൾ ചുമത്തുന്ന ഒരു അക്യൂസർ, ഒരു അപവാദിയുടെ പ്രവൃത്തി ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ന്യായത്തിനു വേണ്ടിയുള്ള സംഘം, ന്യായത്തിനു വേണ്ടിയുള്ള ആ സഭ ഇരുന്ന് കഴിയുമ്പോൾ ലോകത്തിന്റെ ന്യായാധിപതിയുടെ മുൻപിൽ ഈ കാറ്റഗറോസ് എന്നുള്ള അക്യൂസർ ഇയ്യോബിന്റെ മുൻപിൽ വന്നത്, മോശയുടെ ശരീരത്തിന്റെ മുൻപിൽ വാദിച്ചതായ ആ കാറ്റഗറോസ്, ആ നിയമത്തിനനുസരിച്ചുള്ള കുറ്റാരോപണങ്ങൾ ചുമത്തുവാൻ നിയമപ്രകാരം സാധ്യതയുള്ള അപവാദി ഇതാ വന്നിരിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. ഒരു കാര്യം തിരിച്ചറിയണം, രാപകൽ നമ്മൾക്ക് വിരോധമായി ആരോപണങ്ങൾ, കുറ്റാരോപണങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സാത്താൻ ഇന്നുമുണ്ട് എന്നുള്ള വസ്തുത മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾക്ക് വേണ്ടി അഡ്വക്കസി, ഇന്നും നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന, ഇന്നും നമ്മൾക്ക് വേണ്ടി പിതാവിൻ്റെ വലതുവശത്ത് അഡ്വക്കേറ്റായി നിൽക്കുന്ന ഒരു യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ഇന്നും ഇവിടെ ഉണ്ടാകാൻ കാര്യം എന്താണ്? ഇന്നും രാപകൽ നമ്മൾക്ക് വിരോധമായി അപവാദം പറയുന്ന ഒരു അപവാദി ഒരു യാഥാർത്ഥ്യമാണ്. What am I building up this case for? ഈ കേസിന്, ഈ ഒരു വസ്തുത എന്തിനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്? കാര്യം പലരുടെയും ജീവിതത്തിൽ പോരാടി, ബലം ക്ഷയിക്കുവോളം പോരാടി, എങ്കിലും ജയം പ്രാപിക്കാതെ, പരാജയപ്പെട്ടില്ലായിരിക്കും എങ്കിലും ജയം പ്രാപിക്കാതെ, എത്ര ആത്മയുദ്ധം ചെയ്തിട്ടും വചനമാകുന്ന വാൾ, നമ്മൾ ആത്മാവിൻ്റെ വാൾ എടുത്ത് നമ്മൾ എത്ര വചനത്തിന്റെ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടും എവിടെയോ വേലി പൊളിഞ്ഞു കിടക്കുന്നെങ്കിൽ, എവിടെയോ അപവാദിയുടെ വാക്കുകൾക്ക് അതിൻ്റെ ശക്തി നഷ്ടപ്പെടാതിരിക്കുന്നെങ്കിൽ, എന്ന് ചില നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ അപവാദിയുടെ അപവാദങ്ങളെ ശൂന്യമാക്കുന്ന ദൈവപ്രവൃത്തിയും ദൈവശക്തിയും കരസ്ഥമാക്കുവാൻ ഇതിൻ്റെ അകത്ത് ചിലതിൻ്റെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിക്കുവാൻ പോകുകയാണ്. മാത്രമല്ല, ചിലതിൻ്റെ അകത്തേക്ക് ഒരു ആത്മശക്തിയെ ഒന്ന് ദൈവം അയച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തു നിന്ന് എഴുന്നേറ്റ് ചിലരുടെ അകൃത്യങ്ങളെ ദൈവം മാറ്റി എന്ന് ചിലതിനെ ദൈവം ഫ്രീ ആയിട്ട് വിടാനും പോകുകയാണ്. Amen. So വലിയ പ്രതീക്ഷയോടിരിക്കാം. തുടർന്ന് പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. സോ ഈ അപവാദിയുടെ പ്രത്യേകത എക്സ് പാർട്ടി ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ
നമ്മൾ അവിടെ ഇല്ലാതിരിക്കുമ്പോൾ, നമ്മൾ അറിയാതിരിക്കുമ്പോൾ നമ്മൾക്ക് വിരോധമായിട്ടുള്ള വിധികൾ എന്ന് പറയുമ്പോൾ ഇയ്യോബിന് വിരോധമായി വന്ന വിധികൾ പോലെ, ഇൻട്രീം ഓർഡേഴ്സ്, ആ വിധി, അതിൻ്റെ ന്യായവിധി വരുന്നിടം വരെയുള്ള ചെറിയ ചെറിയ വിധികൾ നമ്മൾക്ക് വിരോധമായി പുറപ്പെടുവിക്കും എന്നുവരെ നമ്മളെ ശോധന ചെയ്ത് തെളിയിക്കുന്നിടം വരെ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾക്കൊരു ജയം പ്രാപിക്കും. എവിടാണ് അവൻ തൊടുന്നത്? നമ്മളുടെ ഹൃദയ ശുദ്ധി എന്ന വിഷയം മുതൽ അവൻ അങ്ങോട്ട് എടുത്തിടും. ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു, അവൻ ചുമ്മാതല്ല നിന്നെ സേവിക്കുന്നത്, അവൻ സേവിക്കുവാൻ കാര്യം നീ അവന് ചുറ്റും വേലി കെട്ടണം. അവൻ്റെ ഹൃദയശുദ്ധിയെ ചോദ്യം ചെയ്തു. ഹൃദയശുദ്ധിയെ ചോദ്യം ചെയ്താൽ ശോധന ചെയ്ത് മാത്രമേ പുറത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പലർക്കും വിരോധമായി പ്രതിയോഗിയായവൻ യാതൊരു കുറ്റവും ആരോപണം നടത്തുവാൻ ഇല്ലാതിരിക്കുമ്പോൾ അപവാദങ്ങൾ മാത്രം പറഞ്ഞ് ചിലതിന് വിരോധമായി ദൈവസന്നിധിയിൽ നിന്നും വേണ്ടാത്ത വിധികൾ പുറപ്പെടുവിക്കുവാൻ നിൽക്കുമ്പോൾ ഇന്ന് ചിലത് പറയണം, അല്ല കർത്താവേ, എൻ്റെ ഹൃദയം ദൈവം അറിയുന്നു, യേശുവിൻ്റെ നാമത്തിൽ അപവാദി എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ ചോദ്യം ചെയ്ത്, ഹൃദയത്തിന്റെ വിചാരങ്ങളെ ചോദ്യം ചെയ്ത് അതിന്റെ പിൻപിൽ ചില വിധികൾ എനിക്ക് പ്രതികൂലമായി വരുത്തുവാൻ നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അപവാദിയുടെ അപവാദങ്ങളെ നിഷ്ഫലമാക്കുകയാണ്. ഇന്ന് നമ്മളത് ചെയ്യുവാൻ പോകുക. സോ ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളെ, ഹൃദയശുദ്ധിയെ വരെ ചോദ്യം ചെയ്ത് പിശാച് പലതും ചെയ്യും. നോ, അക്യൂസർ, അപവാദി എന്നൊരു വാക്ക് മാത്രമല്ല പറയുന്നത്. മേ ബി 1-2 വാക്യങ്ങൾ കൂടെ മാത്രമേ നമ്മൾ വായിക്കുകയുള്ളൂ. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ മറ്റൊരു വാക്യം കാണുവാൻ സാധിക്കും. പ്രതിയോഗി എന്നുള്ള വാക്കാണ്. വായിച്ചാട്ട് 1 പത്രോസ് 5:8. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഈ പ്രതിയോഗിയായവൻ, പിശാചായവൻ, അവന്റെ പ്രത്യേകത, ഇവൻ അലറുന്ന സിംഹം പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഇവന്റെ നോട്ടം ആരെ വിഴുങ്ങിക്കളയാൻ സാധിക്കും. എത്ര ശക്തന്മാരാണെങ്കിലും, ഒരു സ്റ്റീലിൻ്റെ കഷ്ണമാണെങ്കിലും വിഴുങ്ങുവാൻ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ മത്സ്യത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതങ്ങ് വിഴുങ്ങും. അതിനെ കടിച്ച് ചവയ്ക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും അതിന് ബലമില്ലാത്തത് കൊണ്ടല്ല, വിഴുങ്ങുവാനുള്ള കപ്പാസിറ്റി ഉള്ള ശത്രു മുൻപിൽ വന്നു. ഇവിടെ പറയുകയാണ്, നിന്റെ ശത്രുവിൻ്റെ പ്രത്യേകത വിഴുങ്ങുവാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അവൻ കടിച്ച് പറിക്കാനുള്ള ബലം അവനില്ല. മാത്രമല്ല, അവൻ കടിച്ചാൽ പൊട്ടുന്ന പോലുള്ള ബലഹീന വസ്തുവല്ല നിങ്ങൾക്ക് ബലമുണ്ട്. നിങ്ങൾക്ക് അവൻ്റെ പദ്ധതികളെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തിയും ഉണ്ടായിരിക്കും. എങ്കിലും അവന്റെ പ്രത്യേകത, അവൻ വിഴുങ്ങിക്കളയുവാൻ വരുന്നതാണ്. അവൻ വിഴുങ്ങുവാൻ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ യുദ്ധത്തിന്റെ ഉപകരണങ്ങൾ കൊണ്ടല്ല വരുന്നത്, അവൻ പ്രതിയോഗിയായിട്ടാണ് വരുന്നത്, അഡ്വേഴ്സറി ആയിട്ടാണ് വരുന്നത്. മറ്റൊരു ഭാഷയിൽ നമ്മളുടെ ബലഹീന വശങ്ങളെ അവൻ്റെ ആയുധങ്ങൾ കൊണ്ട് അടിച്ചിടുവാനല്ല, പകരം അവൻ്റെ നിയമക്കുരുക്കിൻ്റെ മുൻപിൽ ചിലത് വീഴത്തക്കതുപോലെ അഡ്വേഴ്സറി എന്നുള്ള വാക്കിൻ്റെ ആന്റിഡിക്കോസ് എന്നുള്ള വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു കാറ്റഗറോസ് എന്നുള്ള വാക്ക് അപവാദം പറയുന്നവൻ, ലീഗൽ സിസ്റ്റത്തിന്റെ അകത്ത് സ്ഥാനമുള്ള ഒരു പിശാച്. രണ്ടാമത്തെ വാക്ക് അഡ്വേഴ്സറി, ആന്റിഡിക്കോസ്, പ്രതിയോഗി എന്ന് പറഞ്ഞാൽ അവനും ലീഗൽ സ്ഥാനമുണ്ട്. ഒരു പ്ലെയിൻറ്റിഫ്, ഒരു അപവാദങ്ങൾ പറയുവാൻ, കേസ് കൊടുക്കുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമായി, ഇല്ലെങ്കിൽ ഒരു സാധ്യതയുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രതിയോഗി. ആ പ്രതിയോഗിയെ കുറിച്ച് പറയുകയാണ്, അവൻ വളരെ ശ്രമിച്ച് ചുറ്റിത്തിരിക്കുകയാണ് ആരെ വിഴുങ്ങണം എന്ന് നോക്കി. കുഞ്ഞുങ്ങളെ മുതൽ പ്രായമുള്ളവരെ വരെ, ശുശ്രൂഷകന്മാരെ മുതൽ വിശ്വാസികളെ വരെ, കുടുംബങ്ങളെ വരെ വിഴുങ്ങിക്കളയുവാൻ വരുന്ന പ്രതിയോഗിയുടെ മുൻപിൽ പത്രോസ് അപ്പോസ്തലൻ പറയുക, ശ്രദ്ധിച്ചിരുന്നാൽ മതി. 1, നിർമ്മതരായിരിക്കും, നിങ്ങൾ പാപം ചെയ്യാതിരിക്കണം. 2, ഉണർന്നിരിക്കണം. അർദ്ധരാത്രിയിൽ ചിലർ ഉണർന്നിരിക്കട്ടെ. അർദ്ധരാത്രിയിൽ ഉണരുന്ന ചിലരോട് പറയാം, വിഴുങ്ങുവാൻ വരുന്ന ശത്രുവിന് വിഴുങ്ങുവാൻ കഴിയാതെ നീതിയുള്ള വിധികൾ ദൈവം പുറപ്പെടുവിച്ചിരിക്കും. സോ ഈ പ്രതിയോഗിയായവൻ, അവന്റെ പ്രത്യേകത, അവൻ കേസുകൾ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയാണ് കേസ് ഉണ്ടാക്കിയെടുക്കുന്നത്? 1, പാപം. നമ്മൾ ഈ പാപത്തെക്കുറിച്ച് ഇവിടെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. 12 വാക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലാതെ 7 വാക്കുകൾ ഇവിടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് 3 വാക്കുകൾ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ മാത്രം പറയട്ടെ. 1, ഹമാർത്യ എന്നുള്ള വാക്ക്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ലക്ഷ്യം തെറ്റുക. നമ്മളുടെ ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ ആ ലക്ഷ്യം തെറ്റിയതിനെ ആസ്പദമാക്കി അപവാദിയും പ്രതിയോഗിയും, രണ്ടും ഒരുമിച്ച് ഞാൻ പറയട്ടെ, അപവാദിയും പ്രതിയോഗിയും നമ്മൾക്ക് വിരോധമായി ദൈവസന്നിധിയിൽ കേസ് ഫയൽ ചെയ്യുവാൻ അവന് മെറ്റീരിയലായി കഴിഞ്ഞു, വസ്തുതയായി കഴിഞ്ഞു. നമ്മളുടെ പാപം എന്ന് പറയുമ്പോൾ പ്രവൃത്തിയിൽ വന്ന പാപമല്ല ഞാൻ പറയുന്നത്. പാപം എന്ന് പറയുമ്പോൾ നമ്മളുടെ വാക്കുകളിൽ വന്ന പ്രവൃത്തിയെക്കുറിച്ചോ വാക്കുകളെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് വരുന്ന ചിന്തകൾ മുതൽ, നമ്മളുടെ വികാരങ്ങൾ മുതൽ, ഹൃദയശുദ്ധി മുതൽ പലതിനെയും എടുത്തിട്ട്
പാപം എന്ന വാക്കും കൊണ്ട് മാത്രം ഞാൻ നിർത്തട്ടെ, അവിടെ അധികം സമയം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പാപം നിമിത്തം പലതും ജീവിതത്തിൽ നമുക്ക് വിരോധമായി വരുവാൻ സാധ്യതയുണ്ട്. 2, നമ്മുടെ ട്രാൻസ്ഗ്രഷൻസ്, അകൃത്യങ്ങൾ. അകൃത്യം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ അകത്ത് ഹൃദയശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, നമ്മളുടെ മനസ്സിൽ വന്നതിനെ തുടർന്ന് ലൈൻ വരച്ചിരിക്കുന്ന വരകൾക്കപ്പുറം കടക്കുന്ന ട്രാൻസ്ഗ്രഷൻസ്, അതിക്രമങ്ങൾ. നമ്മൾ അങ്ങോട്ട് കടന്നുകൂടാത്ത ചില ലൈനുകൾ ദൈവം വരച്ചെടുത്ത് നമ്മൾ അങ്ങോട്ട് മാറി. നീ ഇത് ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞു, നമ്മളത് ചെയ്തു. അങ്ങനെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ പിശാചിന് കേസ് കൊടുക്കുവാൻ സാധിക്കും. അവിടെ ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത വാക്കിലേക്ക് വരട്ടെ. നമ്മളുടെ ഇനിക്വിറ്റീസ്, അകൃത്യങ്ങൾ, അതിക്രമങ്ങൾ, ട്രാൻസ്ഗ്രഷൻസ് എന്ന് ഏറ്റവും പ്രധാനമായി എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത് അകൃത്യം എന്നുള്ള വാക്കാണ്, ഇനിക്വിറ്റി എന്നുള്ള വാക്കാണ്. പാപങ്ങളും ട്രാൻസ്ഗ്രഷൻസ്, നമ്മുടെ അതിക്രമങ്ങളും ദൈവം ക്ഷമിക്കും. അതിനെക്കുറിച്ച് കാൽവറി ക്രൂശിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിക്രമങ്ങൾ നിമിത്തം താൻ നമ്മൾക്ക് വേണ്ടി കഷ്ടമേറ്റു. ഇപ്പോൾ പറയട്ടെ, ചില ഇനിക്വിറ്റീസ്, ചില അകൃത്യങ്ങൾ നിമിത്തം ചില കാര്യങ്ങൾ സംഭവിക്കും. ഇത് ഇച്ചിരിയുടെ ഡീപ്പർ ഡീറ്റെയിൽ, എനിക്കറിയത്തില്ല എത്രത്തോളം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. എങ്കിലും 1-2 വാക്യങ്ങൾ കൂടെ വായിക്കണം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം, ഐസയ്യ ചാപ്റ്റർ നമ്പർ 6 and verse number 5. 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5ഉം 7ഉം 2 വാക്യങ്ങൾ വായിക്കണം. യെശയ്യാ 6-ന്റെ 5ഉം 7ഉം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. മതി. 7-ാം വാക്യം കൂടെ. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു. അകൃത്യം നീക്കുന്നതിന്റെ പിൻപിൽ ദൈവം കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? നമ്പർ 1, യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ ഉയർന്ന ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പെന്തിക്കോസുകാർക്കില്ലാത്ത ആത്മീയ അനുഭവം യെശയ്യാ പ്രവാചകനുണ്ടായിരുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ പോയി വാസ്തവത്തിൽ ദൈവത്തിന്റെ സിംഹാസനം കണ്ട ഒരു വ്യക്തിയാണ് യെശയ്യാവ്. ഒരു പക്ഷേ പെന്തിക്കോസുകാരുടെ ഇടയിൽ അങ്ങനെ അനുഭവമുള്ള എത്ര പേരുണ്ട്, ഐ ഡോ നോട്ട് നോ. എങ്കിലും ആ ഉയർന്ന ആത്മീയ അനുഭവം ലഭിച്ച യെശയ്യാ പ്രവാചകൻ തന്നെത്താൻ നോക്കിയിട്ട് പറയണം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടം. തൻ്റെ സെൽഫ് എസ്റ്റീം വളരെ താഴെ പോയി. കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നു, അവരവരുടെ ദൃഷ്ടിയിൽ വെട്ടിക്കിളിയെപ്പോലെയും അവരവരുടെ ദൃഷ്ടിയിൽ തീരെയും താണവരാണെന്നും ഉള്ള ചിന്ത ഭരിക്കുന്ന ചിലതിൻ്റെ അകൃത്യങ്ങൾ മാറിക്കഴിയുമ്പോൾ അവരുടെ സ്വന്തം കാഴ്ചപ്പാടിൽ അവർ വെട്ടിക്കിളിയെപ്പോലെ വരാതെ പകരം ദൈവം അവരെക്കുറിച്ച് കാണുന്ന കാഴ്ചപ്പാടിൽ ദൈവം ചിലരെ ഉയർത്തണമെങ്കിൽ അകൃത്യം മാറിയേ മതിയാകും. 2-3 കാര്യങ്ങൾ പറയട്ടെ. 1, ടെംപ്റ്റേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങൾ വരുവാൻ പിൻപിൽ പിശാചിന്റെ ആധിപത്യം വരുവാൻ കാര്യം ഡു യു നോ വാട്ട്? അകൃത്യം നിമിത്തം പല പ്രലോഭനങ്ങളും, ടെംപ്റ്റേഷൻസ്, പല പരീക്ഷകളിലേക്കും കടക്കുവാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് ചിലർ പ്രാർത്ഥിക്കണം, കർത്താവേ ആ അഗ്നി എന്നെ ഒന്ന് തൊട്ട് ഇന്ന് ഞാൻ നേരിടുന്ന പല ടെംപ്റ്റേഷൻസും പല പ്രലോഭനങ്ങളും പല പരീക്ഷകളും എൻ്റെ ജീവിതത്തിൽ മടങ്ങി വരാതെ എൻ്റെ ജീവിതത്തെ ആ വലിയ ശുദ്ധീകരണത്തിലേക്ക് നയിക്കണം. ഞാൻ ബൈബിളിൽ തന്നെ ചരിത്രങ്ങൾ എടുത്തു തുടങ്ങിയാൽ അബ്രഹാമിന് വന്ന പരീക്ഷകൾ, ഇസഹാക്കിന് വന്നത്, പല തലമുറയായി വരുന്ന പരീക്ഷകൾ എടുക്കുമ്പോൾ അകൃത്യത്തിൻ്റെ ഫലമായി വരുന്നത് വ്യക്തമായി വരച്ചു കാണിക്കുവാൻ സാധിക്കും. എന്ന് പറയട്ടെ, പിതാക്കന്മാർ നേരിട്ട പല പ്രതികൂലങ്ങൾ, പല പ്രശ്നങ്ങൾ നേരിടുന്ന ചിലരുണ്ടോ? അകൃത്യങ്ങൾ മാറിക്കഴിയുമ്പോൾ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും എന്നേക്കും ഒരു നീക്കുപോക്കിനായി ഇന്ന് ചിലതിന്റെ അകൃത്യത്തെ ദൈവം മാറ്റിയിരിക്കും. അവിടെ നിൽക്കുവാൻ ദൈവാത്മാ വീണ്ടും എന്നോട് പറയുക, ചിലരുടെ ജീവിതത്തിൽ തലമുറയായി വരുന്ന പല പ്രശ്നങ്ങൾ, അപ്പന് വന്നത് മകനും, മകന് വന്നത് കൊച്ചുമകനും, അങ്ങനെ വരുന്ന പരീക്ഷകൾ, വരുന്ന പ്രതികൂലങ്ങൾ, വരുന്ന പ്രശ്നങ്ങൾ ഒന്ന് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ചിലതിന്റെ അകൃത്യത്തെ മാറ്റിക്കളയുക. ഓ യെസ്, പാപത്തെ ഞാൻ ക്ഷമിച്ചു, എൻ്റെ അതിക്രമങ്ങൾ അവൻ വഹിച്ചു, എങ്കിലും അകൃത്യത്തെ ചിലതിനു വേണ്ടി എന്ന് പരിഹരിക്കുവാൻ ഒരു അഗ്നിമയമായ സ്പർശനം ഇന്നിവിടെയുണ്ട്.
ഞാനത് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് ചിലരത് സ്വീകരിച്ചോണം. കർത്താവേ, ഈ മെസ്സേജ് കഴിയുന്നതിന് മുൻപേ എൻ്റെ അകൃത്യങ്ങൾ, പാപക്ഷമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതിക്രമങ്ങൾ മറച്ചും ലംഘനങ്ങൾ മറച്ചു കിട്ടിയ വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിന്റെ പാരമ്പര്യമായി എന്നതുപോലെ പല പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഇനിക്വിറ്റീസ്, ആ വലിയ പ്രശ്നത്തെ ഇന്ന് അഗ്നിമയമായ ഒരു ശുശ്രൂഷയാൽ ദൈവം ചിലർക്ക് വേണ്ടി തുടച്ചു മാറ്റുവാൻ പോകുകയാണ്. ഇന്ന് സഭ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കനൽ എടുത്ത് ചിലതിന്റെ അധരത്തിൽ തൊടുന്ന ഒരു ദൂതന്റെ ശുശ്രൂഷ ഇതിന്റെ അകത്തുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാർ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ കനൽ എടുത്ത് ചിലതിന്റെ അധരത്തെ തൊടുന്നത് പോലെ, ചിലതിന്റെ അകൃത്യങ്ങളെ മാറ്റിക്കളയുന്നത് പോലെ, ഇതിന്റെ അകത്തും ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന പലരുടെയും ജീവിതത്തിൽ അകൃത്യങ്ങളെ മാറ്റി പരീക്ഷകളിൽ നിന്നും ഒരു വിടുതൽ നൽകുന്നത് പോലെ, പ്രലോഭനങ്ങളിൽ നിന്നും ഒരു നീക്കുപോക്ക് നൽകുന്നത് പോലെ ഇതിന്റെ അകത്ത് ഒരു ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ജയിക്കുവാൻ കഴിയാത്ത ചില പ്രലോഭനങ്ങളും എത്ര നോക്കിയിട്ടും ജയിക്കുവാൻ കഴിയാത്ത ചില പരീക്ഷകളും പിശാച് വീണ്ടും വീണ്ടും കൊണ്ടിടുന്നതിനെ ഇന്ന് പകൽക്കാലം ഒരിക്കലായി വൺസ് ഫോർ ഓൾ എൻ്റെ ദൈവം മാറ്റുവാനായി ചിലതിന്റെ അകൃത്യങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം അഗ്നിമയമായ ശുശ്രൂഷയാൽ മാറ്റുവെന്ന് വിശ്വസിക്കുന്നവർ ഇന്നത് സ്വീകരിക്കുവാൻ തയ്യാറായിക്കോ. അങ്ങനെ ചിലതിന്റെ അകൃത്യങ്ങളെ ഇന്ന് പകൽക്കാലം ദൂതൻ കനൽ കൊണ്ടുവച്ച്, അഗ്നിമയമായ കനൽ കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ അകൃത്യങ്ങൾ എന്നേക്കുമായി മാറിപ്പോകട്ടെ. അഗ്നിമയമായ ശുശ്രൂഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. 2, അവരവരുടെ ദൃഷ്ടിയിൽ വെട്ടിക്കിളിയെ പോലെ കാണുക. പഴയ നിയമത്തിലെ ഉദാഹരണങ്ങൾ ഞാൻ എടുക്കുന്നില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലും യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ 2 അനുഭവങ്ങൾ മാത്രം ഞാൻ തൊട്ടെങ്കിലും പറയട്ടെ. പല വ്യക്തികൾ ഇന്നത്തെ സാഹചര്യത്തിൽ പറയട്ടെ, നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ ലോ സെൽഫ് എസ്റ്റീം, എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ഒട്ടും വിശ്വാസമില്ല, ലോ കോൺഫിഡൻസ്, എനിക്കൊട്ടും ധൈര്യമില്ല, എനിക്കൊട്ടും വിശ്വാസമില്ല, ആത്മധൈര്യമില്ല. കാര്യം എന്താണ്? അകൃത്യങ്ങൾ നിമിത്തം പലതിനെയും പിശാച് ഒടച്ചു കളയുക. എന്ന് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ പോയി ഏറ്റവും തേജസ്സുള്ള അനുഭവങ്ങൾ, ദൈവത്തിന്റെ ആ സിംഹാസനവും കെരൂബുകളെയും സെറാഫുകളെയും ഒക്കെ കാണത്തക്കതുപോലെ ദൈവസന്നിധിയിൽ ചെന്ന യെശയ്യാ പ്രവാചകൻ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയത്തക്കതുപോലെ തൻ്റെ ദൃഷ്ടിയിൽ താൻ ഏറ്റവും നിസ്സാരനായി കണ്ടെങ്കിൽ ഇന്ന് ആ അഗ്നിമയമായ ശുശ്രൂഷയിൽ ചിലരുടെ കാഴ്ചപ്പാടിൽ ദൈവം അവരുടെ ഹൃദയത്തിന്റെ ധൈര്യത്തെ, ആത്മധൈര്യത്തെ ഒന്ന് ഉയർത്തത്തക്കതുപോലെ നിങ്ങളുടെ അകൃത്യങ്ങളെ ഒന്ന് മാറ്റുവാൻ എന്ന് ദൈവം തൊടുവാൻ പോകുകയാണ്. ഏത് ഇന്റർവ്യൂവിന് പോയാലും, ഏത് പരീക്ഷയ്ക്ക് പോയാലും, ഏത് സ്ഥലത്ത് ചെന്നാലും എന്നെ കൊള്ളത്തില്ല, എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള ആ ആത്മധൈര്യം ഇല്ലാത്ത അനുഭവങ്ങളെ മാറ്റുവാൻ അതിൻ്റെ പരിഹാരം എന്താണ്? ദൈവം ചിലതിൻ്റെ അകൃത്യത്തെ ഒന്ന് മാറ്റുവാൻ പോകുകയാണ്. വാക്യങ്ങൾ ഓരോന്നോരോന്നെടുത്ത് വിശദീകരിക്കണം എന്നുണ്ടെങ്കിലും ആശയങ്ങൾ മാത്രം പറഞ്ഞു പോകട്ടെ. 3, ഡെസ്റ്റിനി, ദൈവം വിചാരിച്ചിരിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് കടക്കാതെ അകൃത്യങ്ങൾ നിമിത്തം, പാപക്ഷമയെക്കുറിച്ചല്ല പറയുന്നത്, ഡോണ്ട് ഗെറ്റ് മീ റോങ്. നമ്മളുടെ ലംഘനങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഡോണ്ട് ഗെറ്റ് മീ റോങ്. ലംഘനങ്ങൾ നമ്മൾ ക്ഷമിച്ചു കിട്ടും, ലംഘനങ്ങൾ മറച്ചു കിട്ടും, ലംഘനങ്ങൾ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. എങ്കിലും അകൃത്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അത് നിമിത്തം നിത്യജീവൻ ഇല്ലെന്നല്ല, നിത്യജീവനുണ്ട്. എങ്കിലും ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് കടക്കുവാൻ കഴിയാതെ പല അകൃത്യങ്ങൾ നമ്മൾക്ക് വിരോധമായി നിൽക്കുന്ന ചില കയ്യെഴുത്തുകളെ എന്ന് കണ്ടുണരുവാൻ, അതിനെ യേശുവിന്റെ രക്തത്താൽ മായ്ച്ചു കളയുവാൻ, അങ്ങനെ ദൈവിക ഉദ്ദേശങ്ങളെ കടക്കുവാൻ ഇന്ന് ചിലരുടെ മീതെ ഒരു കരം വന്ന് നിൽപ്പുണ്ട്. എന്ന് ഇവിടെ ഇറങ്ങുന്നതിന്റെ മുൻപേ ആ കരത്തിന്റെ ശുശ്രൂഷ അനുഭവിച്ചിട്ടേ പോകാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ അകൃത്യം നീക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് ചിലർ വിധേയപ്പെട്ടാൽ പറയട്ടെ, നിന്റെ ഭാവിയിലേക്ക്, ദൈവിക ഉദ്ദേശത്തിലേക്ക് നീ കടക്കുവാൻ പോകുകയാണ്. കാര്യം എന്താണ്? അകൃത്യങ്ങൾ നിമിത്തം ദൈവത്തിന്റെ ന്യായവിധികൾ നിനക്ക് വിരോധമായി വരത്തക്കതുപോലെ അപവാദിയും പ്രതിയോഗിയുമായവൻ നിന്റെ അകൃത്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവയ്ക്കുന്നെങ്കിൽ ഇന്ന് ചിലതിന്റെ അകൃത്യത്തെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. അകൃത്യം എന്ന് പറയുമ്പോൾ അത് സ്വന്തമായി വരുത്തി വെച്ചത് മാത്രമല്ല, അത് പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ തലമുറയ്ക്കെണ്ണുന്നതും അകൃത്യത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഇതാ ദാനിയേൽ പ്രവാചകന്റെ ചരിത്രം എടുത്താൽ, അനേക ദൈവവചന ഭാഗങ്ങൾ എടുത്താൽ, അവർ ചെയ്ത തെറ്റുകളല്ല, പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ തലമുറയുടെ മേൽ വരത്തക്കതുപോലെ ലീഗൽ സിസ്റ്റത്തിൽ തലമുറയായി 1000 തലമുറ വരെ അനുഗ്രഹവും 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ അകൃത്യങ്ങൾ ചോദിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധി കോടതിയിൽ ഇതാ പിശാച്, അപവാദിയായവൻ പലതും കൊണ്ടുവയ്ക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ചിലർ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ പിതാക്കന്മാർ, ഞാൻ അറിഞ്ഞും അറിയാതെയും എൻ്റെ പിതാക്കന്മാർ അറിഞ്ഞും അറിയാതെയും വരുത്തിവെച്ച അകൃത്യങ്ങൾക്ക് ഒരു ന്യായവിധി കൂട്ടത്തിൽ ഇന്ന് എനിക്ക് വേണ്ടി ചില കയ്യെഴുത്തുകളെ എന്നേക്കുമായി മായ്ച്ചേ മതിയാകൂ. അങ്ങനെ ചില
മായ്ച്ചു കളയുന്ന ചില ദൈവിക പ്രവർത്തികൾ നിമിത്തം എന്ന് ഞാൻ പറയട്ടെ, ചിലതിന് ദൈവിക ഉദ്ദേശങ്ങളിലേക്ക്, ശുശ്രൂഷകളിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക്, ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് എന്റെ ദൈവം ഇന്ന് പകൽക്കാലം അഴിച്ചുവിടുകയാണ്. അങ്ങനെ ചില കേസുകൾ പണിതു വരുന്ന ആന്റിഡിക്കോസ്, പ്രതിയോഗി, അഡ്വേഴ്സറി, പ്ലെയിൻറ്റിഫ് എന്നൊക്കെ പറയുമ്പോൾ കോടതികളിൽ ഉപയോഗിക്കുന്ന വാക്കായിട്ട് തോന്നും. നോ, അതേ വാക്കാണ് ആന്റിഡിക്കോസ് എന്നുള്ളത്. പ്ലെയിൻറ്റിഫ്, വിരോധമായി കേസ് ഉണ്ടാക്കിയെടുക്കുന്നവൻ. കർത്താവ് പറയും ഞാനതെല്ലാം മറന്നു കളഞ്ഞു. പിശാച് പറയും പൊക്കിക്കൊണ്ടുവരും. അത് പൊക്കിക്കൊണ്ടുവരുന്നതിനെ ദൈവം കാണിച്ചു തരുമ്പോൾ രക്തത്താൽ അതിൻ്റെ മേൽ ജയമെടുത്താൽ മതി, നമ്മൾക്കതിൻ്റെ മേൽ പൂർണ്ണ ജയമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും പാപം, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നിന്നും, നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്താൽ വേഗത്തിൽ ക്ഷമ ചോദിച്ചു കൊള്ളണം. അഗ്രി ക്വിക്ലി വിത്ത് അഡ്വേഴ്സറി, പ്രതിയോഗിയോട് വേഗത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചോണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ കാരാഗ്രഹത്തിൽ പിടിച്ചിടും. യേശു കർത്താവിൻ്റെ വാക്കുകളെ ഞാൻ ആവർത്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒന്നാമത്തെ ഒരു കാര്യം ഇവിടെ പറയട്ടെ, ചിലർ പാപം ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി മാനസാന്തരപ്പെട്ടോണം, ഇമ്മീഡിയറ്റ്ലി അനുദപിച്ചോണം, ഇമ്മീഡിയറ്റ്ലി അത് രക്തത്താൽ കഴുകൽ പ്രാപിച്ചോണം. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളത് മറന്നു കളയുമ്പോൾ പ്രതിയോഗിയായവൻ അത് നിമിത്തം ചില കേസുകൾ ഉണ്ടാക്കിയെടുക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം വായിക്കുന്നില്ല, ദാവീദ് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതാ ഒരു ക്ഷാമമുണ്ടായി. ഒരു വർഷം ക്ഷാമമുണ്ടായി, 2-ാമത്തെ വർഷം ക്ഷാമമുണ്ടായി, 3-ാമത്തെ വർഷവും ക്ഷാമമുണ്ടായി. ദാവീദിന്റെ ജീവിതം അറിയാവുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, ദാവീദ് രാജാവ് വളരെ സ്പിരിച്വലി ഉണർവുള്ള ഒരാളായിരുന്നു, ഇല്ലെങ്കിൽ ആത്മീയ ഇന്ദ്രിയങ്ങൾ ഉണർവുള്ള ഒരാളായിരുന്നു. ഇന്ന് ആത്മയുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു ഒരു കാര്യം പറയണം. ബാഘാവൃക്ഷത്തിൻ്റെ മേൽ ദൂതന്മാർ സഞ്ചരിക്കുന്ന, ദൈവത്തിൻ്റെ സൈന്യം സഞ്ചരിക്കുന്ന ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് വിരോധമായി വരുന്ന ശത്രുവിനെ ജയിക്കുവാൻ ആ വ്യക്തി മതി. ദാവീദ് രാജാവിന്റെ ആ രാജ്യത്തിൽ ആത്മയുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൽ ദാവീദ് രാജാവിന് യുദ്ധായുധങ്ങളുണ്ടായിരുന്നു, ആവശ്യത്തിനുള്ള സകല സാമഗ്രികളും ഉണ്ടായിരുന്നു. എങ്കിലും ദാവീദ് രാജാവിൻ്റെ പ്രത്യേകത, എൻ്റെ ജീവിതത്തിൽ യുദ്ധം നടക്കണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും. കർത്താവ് പറഞ്ഞു, നീ ബാഘാവൃക്ഷങ്ങളുടെ ചുവട്ടിൽ കാത്തിരിക്കണം, മൽബറി വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കാത്തിരിക്കണം. അതിൻ്റെ മുകളിൽ കൂടെ ഒരു സൈന്യം നടക്കുന്ന ശബ്ദം നീ കേൾക്കും. എല്ലാവരും കേൾക്കുമെന്നല്ല, എല്ലാവർക്കും കേൾക്കുവാനുള്ള ആത്മീയ ഉൾക്കാഴ്ചയും ആത്മീയ ഇന്ദ്രിയങ്ങളും ഉണർന്നിട്ടില്ല. ദാവീദേ, നീ എന്നെ രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു, നിന്നെ അഭിഷേകം ചെയ്തു, നിന്റെ അകത്തുള്ള ആത്മീയ ഇന്ദ്രിയങ്ങൾ ഉണർന്നു, നിന്റെ കാതുകൾ എൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നൊരു കാതാണ്, അതുകൊണ്ട് നീ കാത്തിരിക്കണം. ആ ബാഘാവൃക്ഷത്തിൻ്റെ മേൽ എൻ്റെ സൈന്യം നടക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു, നീ പോയി യുദ്ധം ചെയ്തോ. ഇന്നും ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ ചലനങ്ങൾ കേൾക്കുവാൻ ചില കാതുകൾ ദൈവം തുറക്കുവാൻ പോകുകയാണ്. ആത്മയുദ്ധത്തിൽ ദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷിക്കുന്നത് ചിലർ കാണുവാൻ പോകുകയാണ്. അങ്ങനെ ജീവിതത്തിൽ വൻ ജയങ്ങൾ ദൈവം തരും. ആത്മയുദ്ധത്തിൽ നമ്മൾക്കൊരു ജയമുണ്ട്, വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാലും. എങ്കിലും ആ ആത്മയുദ്ധം ചെയ്ത് പരിശീലിച്ച ദാവീദിനോട് ആദ്യത്തെ വർഷം ക്ഷാമമുണ്ടായി. ദാവീദിന്റെ സ്വഭാവത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്നവർക്ക് മനസ്സിലാകും, ദാവീദ് പോയി കിടന്നുറങ്ങി കാണത്തില്ല. ഡെഫിനറ്റ്ലി ദാവീദ് പ്രാർത്ഥിച്ചു കാണും, ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു കാണും. എങ്കിലും ആദ്യത്തെ വർഷം ആത്മയുദ്ധം ചെയ്തു, പോരാടി, എല്ലാം ചെയ്തു. പക്ഷേ ക്ഷാമത്തിന് ഒരു പ്രശ്നവും ഒരു വിടുതലുമില്ല. 2-ാമത്തെ വർഷം വീണ്ടും ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ വീണ്ടും താൻ പ്രാർത്ഥിച്ചു കാണും, ഡെഫിനറ്റ്ലി യാഗം കഴിച്ചു കാണും. ഐ ഡോണ്ട് നോ വാട്ട് ഓൾ ഹി ഡിഡ്. അന്നത്തെ സ്പിരിച്വൽ ഡൈനാമിക്സ് എല്ലാം താൻ പഴയ നിയമത്തിന്റെ ആത്മീയ തത്വങ്ങളെല്ലാം ഉണർത്തി കാണും. എങ്കിലും ഒരു മറുപടിയുമില്ല. നമ്മുടെ ഭാഷയിൽ പറയട്ടെ, ആത്മയുദ്ധം ചെയ്തു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, വചനം പ്രഖ്യാപിച്ചു, വിശ്വാസം പ്രഖ്യാപിച്ചു, എല്ലാം ചെയ്തു. മടുത്തു പോകുന്നത് പോലെ പ്രാർത്ഥിച്ചിട്ടും മടുത്തു പോകുന്നത് പോലെ സാഹചര്യങ്ങൾ എതിരെ നിൽക്കുകയാണ്. 3-ാമത്തെ വർഷവും താൻ ശക്തമായി പ്രാർത്ഥിച്ചു കാണും. 3 വർഷമായി കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ആത്മയുദ്ധവും വർക്ക് ചെയ്യുന്നില്ല, പോരാട്ടവും വർക്ക് ചെയ്യുന്നില്ല, എത്ര പോരാടിയിട്ടും അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ല. സംതിങ് റോങ്, ഏതാണ്ടൊരു പ്രശ്നമുണ്ട്. താൻ ഒരു കാര്യം ചെയ്തു, ദൈവത്തിൻ്റെ ന്യായ കോടതിയുടെ മുൻപിൽ ഒന്ന് വന്നിട്ട് ചോദിച്ചു, കർത്താവേ, എന്താണ് ഇതിൻ്റെ കാര്യം? ഞാൻ മടുത്തു പോകുന്നത് പോലെ 3 വർഷമായി പ്രാർത്ഥനയ്ക്കും പോരാട്ടത്തിനും ആത്മയുദ്ധത്തിനും ഒന്നിനും മറുപടിയില്ലാതെ 3 വർഷങ്ങളായി മടുത്തു പോകാൻ തുടങ്ങുകയാണ്. രാജ്യത്തിൻ്റെ സ്ഥിതി വല്ലാത്ത പ്രശ്നത്തിലാണ്, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. What do I do? കർത്താവ് പറഞ്ഞു, ഒരു ലീഗൽ കേസ് നിനക്ക് വിരോധമായി പ്രതിയോഗി ഉയർത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ, ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപേ ഗിബിയോനിയർ എന്ന് പറയുന്ന കൂട്ടം ഇതാ ശൗൽ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, ശൗൽ രാജാവ് ഇസ്രയേലും യോശുവയുടെ കാലത്ത് ചെയ്ത ഒരു ഉടമ്പടി ലംഘിച്ചു. അന്ന് ഈ പ്രതിയോഗി ഫയലൊക്കെ ഉണ്ടാക്കി അലമാരിക്കകത്ത് മാറ്റിവെച്ചു. അന്ന് മിണ്ടിയില്ല.
എങ്കിലും ഇപ്പോൾ ആ പ്രതിയോഗിയായവൻ ഈ ഫയലുമായിട്ട് വന്നിട്ടുണ്ട്. ഈ അഡ്വേഴ്സറി, ഈ പ്രതിയോഗി, ഈ കേസ് ഉണ്ടാക്കുന്നവൻ, ഈ പ്ലെയിൻറ്റിഫ് നിന്റെ പേരിൽ, ഇസ്രായേൽ രാജ്യത്തിൻ്റെ പേരിൽ ഒരു കേസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം അവന് ഒരു ലീഗൽ അതോറിറ്റി, ഒരു ന്യായമായ ഒരു അധികാരം വന്നിട്ടുണ്ട്. ഉടമ്പടി ലംഘനത്തിൻ്റെ പിൻപിൽ വന്നിരിക്കുന്ന പ്രശ്നമാണ്. നീ എത്ര ആത്മയുദ്ധം ചെയ്താലും ന്യായ കോടതിയിൽ അതിൻ്റെ കേസ് തീർക്കാതെ ഇതിൻ്റെ അകത്തൊരു ജയമില്ല. ആ കോടതിയുടെ മുൻപിൽ ഹാജിറായി താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ദാവീദ് രാജാവ് ചെയ്തു. പുതിയ നിയമത്തിൽ അങ്ങനല്ല അതിൻ്റെ പരിഹാരം. പുതിയ നിയമത്തിലെ പരിഹാരം പറയാം. ആ പരിഹാരം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ഇംഗ്ലീഷിൽ വായിക്കുന്ന ഗോഡ് ഹീഡഡ് ദ പ്രേയേഴ്സ്. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ദൈവം പരിഹാരം കൊടുത്തു. ഇന്ന് ഞാൻ പറയട്ടെ, പലരുടെയും പ്രശ്നങ്ങളുടെ പിൻപിൽ എന്താണ് കാര്യം എന്ന് ദൈവം ചിലതിനെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഇതിനെ കണ്ടുണർന്നു കഴിയുമ്പോൾ ദൈവം പറയും, ഇതാണ് നിന്റെ പ്രശ്നം, ഇതാണ് ശത്രു നിനക്ക് വിരോധമായി കൊണ്ടുവന്നിരിക്കുന്നത്, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചോണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയട്ടെ, ശത്രുവിൻ്റെ സകല പദ്ധതികളും പൊളിയും, പ്രതിയോഗിയുടെ പദ്ധതികൾ പൊളിയും. ദീർഘനാളുകളായി ആത്മയുദ്ധം ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത ചില വിഷയങ്ങൾക്ക്, ചില നിയമ കോടതികളുടെ മുൻപിൽ അപവാദിയായവൻ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ കണ്ടുണർന്ന് അതിനെ ശാസിക്കുവാൻ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളുടെ അഡ്വക്കേറ്റ് നമ്മുടെ മുൻപിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾ എവണ്ണം പ്രാർത്ഥിക്കണം എന്നറിയാത്തവരായി നമ്മൾ തുടരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മൾക്ക് തുണ നിൽക്കും. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ഒന്നുണർത്തി പ്രാർത്ഥിക്കുവാൻ ചിലർ തയ്യാറായെങ്കിൽ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു വശത്ത് പിതാവിനോട് അന്നന്നത്തേക്ക് ആവശ്യമുള്ള അപ്പം ചോദിക്കുവാൻ, ആ തലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അഭ്യസിപ്പിക്കും, പരിശീലിപ്പിക്കും. അത് കഴിയുമ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്, അല്ല ഞാൻ അങ്ങനെ ചോദിച്ചാൽ മാത്രം പോരാ, മുട്ടേണ്ട ആവശ്യമുണ്ട്, പോരാടേണ്ട ആവശ്യമുണ്ട്. പോരാട്ടത്തിൽ ജയാളികളാകുവാൻ, ചട്ടപ്രകാരം പോരാടുവാൻ ദൈവം ചിലതിൻ്റെ കരങ്ങളെ ബലപ്പെടുത്തും, വിരലുകളെ പൂരനായി അഭ്യസിപ്പിക്കും. അത് കഴിയുമ്പോൾ മനസ്സിലാകും, ഇത്രയും മാത്രം പോരാ, അന്വേഷിച്ചെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. യുദ്ധക്കളത്തിൽ പോയി ചില യുദ്ധങ്ങൾ ചെയ്തെടുത്തേ മതിയാകും. നമ്മൾക്ക് ആത്മീയ ആയുധങ്ങൾ തന്ന് യുദ്ധത്തിനായി പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണനിന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കും. അത് കഴിയുമ്പോൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലായി, ഞാൻ ചോദിച്ചു, ഞാൻ മുട്ടി, ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തേണ്ടതൊക്കെ കണ്ടെത്തി, എങ്കിലും ദീർഘനാളുകളായി മടുത്തു പോകുന്നത് പോലെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഈ പ്രശ്നത്തിന്റെ പിൻപിൽ എന്താണ് കാര്യം? ദൈവം പറയും, നിനക്ക് വിരോധമായി പ്രതിയോഗിയായവനും അപവാദിയായവനും ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടുണരുവാൻ ആത്മീയരായ ചിലരെ ഇന്ന് ഇതിൻ്റെ അകത്തും ദൈവം വിളിച്ചുണർത്തുകയാണ്. പല ഭവനങ്ങളുടെ പ്രശ്നം അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചോ. രാത്രിയാമങ്ങളിൽ ദൈവം സ്വപ്നങ്ങളിൽ കൂടെ സംസാരിക്കും. രാത്രിയാമങ്ങളിൽ ദൈവം ശബ്ദങ്ങൾ കേൾപ്പിക്കും. വചനത്തിൽ കൂടെ ദൈവം സംസാരിക്കും. തൻ്റെ പ്രവാചകന്മാരെ അയച്ച് ദൈവം സംസാരിക്കും. സാഹചര്യങ്ങളിൽ കൂടെ ദൈവം സംസാരിക്കും. ഹൃദയത്തിൽ ഓർമ്മ തന്ന ദൈവം സംസാരിക്കും. ഹൃദയത്തിൽ ശബ്ദം കേൾപ്പിച്ച് ദൈവം സംസാരിക്കും. അത് കേൾക്കുമ്പോൾ പറയണം, അതേ കർത്താവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിയാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കുവാൻ എൻ്റെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, അകൃത്യങ്ങൾ എന്തോ എന്ന് കാണിച്ചതാ, ഞാൻ അവിടെ ജയാളിയായി വരാം. എൻ്റെ അനുഭവങ്ങൾ പലതും പറയുവാനുണ്ട്, എങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്നോ രണ്ടോ അനുഭവം മാത്രം പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ സകലതും സ്ലോ ആയി പോകുന്ന ഒരു കാലം, എത്ര നോക്കിയാലും മുന്നേറുവാൻ കഴിയാത്തൊരു കാലം, എത്ര പരിശ്രമിച്ചാലും, എത്ര ബന്ധപ്പെട്ടാലും, എത്ര കഠിനാധ്വാനം ചെയ്താലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ സകലതും സ്ലോ മോഷനിൽ പോകുന്നത് പോലെ ഉള്ളൊരു കാലം. ഞാൻ എന്താണെന്ന് അറിയാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്. എൻ്റെ സ്വദേശത്ത് ഞാൻ കാണുകയാണ്, അവിടെ നിന്ന് ഞാൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ്. എത്ര നോക്കിയിട്ടും എനിക്ക് പോകുവാൻ കഴിയാത്തതുപോലെ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഞാൻ കണ്ടു. അന്ന് രാത്രിയിൽ ഞാൻ പെട്ടെന്ന് ഉണർന്നു, സ്വപ്നം കണ്ടു ഉണർന്നു. അന്ന് രാത്രിയിൽ ദൈവാത്മാവ് എനിക്ക് ബോധ്യം തന്നു, ആ ടെറിട്ടോറിയൽ സ്പിരിറ്റ്, ആ ദേശത്തെ ശക്തികളാണ് ഇതിൽ നിന്നും നിന്നെ പിന്തിരിപ്പിച്ചിരിക്കുന്നത്. അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ന്യായക്കോടതിയുടെ മുൻപിൽ ആ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ്, ആ ദേശശക്തികളുടെ സകല അധികാരത്തെയും ആ ന്യായക്കോടതിയിൽ കൊണ്ട് റദ്ദാക്കിയതിനു ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റത്തിൻ്റെ ആരംഭങ്ങൾ ഞാൻ കണ്ടത്. എന്തിനാണ് ഇത് പറയുന്നത്? ചിലർ രാത്രിയിൽ ദൈവം സംസാരിക്കുമ്പോൾ അവർ ഉണർന്ന് ചോദിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വെളിപ്പാടുകളെ തടഞ്ഞു കളയുന്ന, എൻ്റെ ജീവിതത്തിൽ ദർശനങ്ങളെ തടഞ്ഞു കളയുന്ന, എൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതികളിൽ നിന്നും എന്നെ തടഞ്ഞു കളയുന്ന, എൻ്റെ ജീവിതത്തിൽ മുന്നേറ്റത്തെ
തടസ്സപ്പെടുത്തുന്ന, എൻ്റെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എന്താണ് കർത്താവെ സംസാരിക്കുക. ദൈവം സംസാരിക്കും. ചിലത് ഈ സീസണിൽ പുറത്തു വന്നിരിക്കും. മടുത്തുപോയ ചിലത് മടുത്തു പോകാതെ കുതിച്ചുയരുവാൻ ഇന്ന് പകൽക്കാലം ഒരു ശുശ്രൂഷ ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ദൈവാത്മാവരോട് പറഞ്ഞു, ചിലരുടെ അകൃത്യങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഒന്ന് ശുദ്ധീകരിക്കാൻ, പേർജ് ചെയ്യുവാൻ, അതിനെ ഒന്ന് മാറ്റുവാൻ, ഒന്ന് ശുദ്ധീകരിക്കുവാൻ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചിലർ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബന്ധുമിത്രാദികൾ സംഭവം എനിക്ക് വിരോധമായി എണ്ണപ്പെടുന്ന ചില പ്രതികൂലങ്ങൾ, ശത്രു എനിക്ക് വിരോധമായി അപവാദവും പ്രതിയോഗിയായവൻ കേസ് ഉണ്ടാക്കുന്ന ചില വിഷയങ്ങൾ എനിക്കിന്ന് വെളിപ്പെടുത്തണം. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്നിരിക്കും. അർദ്ധരാത്രിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കുക. ചിലത് പെട്ടെന്ന് സംഭവിച്ചിരിക്കും. ഒറ്റ വാക്യം കൂടെ വായിച്ച്, ആത്മയുദ്ധത്തെയും പോരാട്ടത്തെയും നീതിയുള്ള വിധികളെയും അർദ്ധരാത്രിയുടെ സമയത്ത് ജയിക്കുവാൻ ആവശ്യമുള്ള ഒറ്റ വാക്കും കൂടെ ഞാൻ വായിക്കുന്ന പോലില്ല, പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരിക്കൽ പൗലോസും ശീലാസും ഇതാ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അവർ ചങ്ങലകളിൽ അവരുടെ കരങ്ങൾ, കാലുകൾ ആമത്തിൽ, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. നിയമങ്ങൾ അവർക്ക് വിരോധമാണ്, വിധികൾ അവർക്ക് വിരോധമാണ്. അപവാദിയുടെയും പ്രതിയോഗിയുടെയും മാത്രമല്ല സാഹചര്യങ്ങളുടെയും ബന്ധനങ്ങൾ, പോരാട്ടങ്ങൾ സകലതും കിടക്കുമ്പോൾ, അവർ എത്ര പ്രാർത്ഥിച്ചാലും പുറത്തു വരാതെ കിടക്കുമ്പോൾ, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ഉണർന്ന് പ്രാർത്ഥിക്കുവാനും പാടുവാനും തുടങ്ങി. അർദ്ധരാത്രിയുടെ സമയത്ത് അവർ ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, പെട്ടെന്ന് ഒരു ഭൂചലനമുണ്ടായി. ഭൂമി കുലുങ്ങുവാനിടയായി തീർന്നു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയായി തീർന്നു. കരങ്ങളിൽ നിന്നും ചങ്ങലകൾ താഴെ പോകുവാനിടയായി തീർന്നു. കാലുകൾ ആമത്തിൽ നിന്നും പുറത്തു വരുവാനിടയായി തീർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കുവാനിടയായി തീർന്നു. ഇന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ചിലതിനോട് പറയട്ടെ, അർദ്ധരാത്രിയുടെ സമയത്ത് ഉണർന്ന് പ്രാർത്ഥിക്കുവാനും അർദ്ധരാത്രിയുടെ സമയത്ത് ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ചിലർ ആരംഭിച്ചെങ്കിൽ ചില ചങ്ങലകൾ സ്വതവേ അഴിഞ്ഞു വീഴും. ചില ആമങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വന്നിരിക്കും. ചില കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കും. അർദ്ധരാത്രിക്ക് ഉണർന്ന് ദൈവത്തിന്റെ നീതിയുള്ള വിധികൾ ഹേതുവായി ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ, സ്തുതിച്ചാരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം ചിലർ തയ്യാറാകട്ടെ. ജീവിത അനുഭവങ്ങൾ മാറുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ പോകുക തയ്യാറാണോ? ചിലരുടെ ജീവിത അനുഭവങ്ങളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രതിയോഗിയായവൻ, അപവാദിയായവൻ ദൈവത്തിന്റെ ന്യായവിസ്താര സഭയുടെ മുൻപിൽ എനിക്ക് വിരോധമായി കൊണ്ടിട്ടിരിക്കുന്ന പ്രതികൂലത്തിന്റെ അവസ്ഥകളുടെ മേൽ ഞാനൊന്ന് ജയാളിയാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ടോ? ആത്മയുദ്ധത്തിന് ശേഷം, പോരാട്ടത്തിന് ശേഷം, ഉപവാസത്തിന് ശേഷം, പ്രാർത്ഥനയുടെ ശേഷം, വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ചതിന് ശേഷം ഇന്ന് പകൽക്കാലം പറയട്ടെ, അവിടെ എങ്ങും നീക്കുപോക്കില്ലാതെ ദീർഘനാളുകളായി മടുപ്പുണ്ടാക്കുന്നത് പോലെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ എന്ന് പറയട്ടെ. നീതിയുള്ള ന്യായാധിപതിയുടെ അടുക്കൽ നിങ്ങളുടെ കാര്യത്തിന്റെ തീർപ്പിനായി കടന്നു വരിക. ആ നീതിയുള്ള ന്യായാധിപതി ചിലക്ക് തീർപ്പ് കൽപ്പിച്ചിരിക്കും. എങ്ങനെയാണ് വരുന്നത്? നമ്മൾക്കാർക്കും നമ്മളുടെ സ്വയം നീതിയിൽ പ്രശംസിക്കുവാൻ കഴിയുകയില്ല. പകരം ഇന്ന് കർത്താവിന്റെ തിരുമേശ നമ്മുടെ മുൻപിലുണ്ട്. പറയട്ടെ, ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മൾക്ക് ഏത് സമയവും ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരാൻ സാധിക്കും. മാത്രമല്ല, ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മൾക്ക് വിരോധവും പ്രതികൂലവുമായിട്ടുള്ള സകല കയ്യെഴുത്തുകളെയും മായ്ക്കുവാൻ ഇന്ന് ചിലർ ആ ഉച്ചരിച്ചു പറയുന്ന ആ വാക്കുകൾ അതായിരിക്കട്ടെ. കർത്താവേ, എനിക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന സകല കയ്യെഴുത്തുകളെയും യേശുവിന്റെ നാമത്തിൽ ആ രക്തത്താൽ ഞാൻ മായ്ച്ചു കളയുകയാണ്. പറയട്ടെ, പ്രതികൂലമായി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ എന്നേക്കും വിട പറയുവാൻ ആ ഒറ്റ വാക്യത്തിൽ ശക്തിയുണ്ട്. പോരാടിയിട്ട് ജയിക്കുവാൻ കഴിയാതെ, എത്ര പരിശ്രമിച്ചിട്ടും ജയിക്കുവാൻ കഴിയാതെ, എത്ര യുദ്ധം ചെയ്തിട്ടും ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ജയിക്കുവാൻ കഴിയാതെ, നിയമത്തിന്റെ കുരുക്കുകൾ ഇട്ടതുപോലെ പൈശാചിക ശക്തികൾ, അപവാദത്തിന്റെ വാക്കുകൾ, പ്രതിയോഗിയുടെ കേസ് കെട്ടുകൾ ചിലതിന് വിരോധമായി നിൽക്കുന്നതിനെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റായി വാദിക്കുന്ന യേശുവിന്റെ രക്തത്താൽ, അതേ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കുവാൻ, ഞങ്ങൾക്ക് വിരോധമായിട്ടുള്ള അകൃത്യങ്ങളെ അഗ്നിയാൽ ശുദ്ധീകരിച്ച്, രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഇന്ന് പ്രതിയോഗിയുടെ സകല വിഷയത്തിന്റെ മേലും ഒരു ജയമെടുക്കുകയാണ്. എൻ്റെ വാക്കുകളിൽ ചിലരുടെ ശുദ്ധീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ വാക്കുകളല്ല, ദൈവവചനത്തിൻ്റെ വാക്കുകൾ. എന്നീ വാക്കുകൾ പറയുമ്പോൾ ചിലർക്ക് വിരോധമായി ഉയർന്നിരിക്കുന്ന കേസുകൾ മാറിപ്പോകുന്നത് ഞാൻ കാണുകയാണ്. ചില ചുരുളുകൾ മാറിപ്പോകുന്നത് ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ ഡെസ്റ്റിനിയെ, ചിലതിൻ്റെ ഭാവിയെ കെട്ടിവെച്ചിരിക്കുന്ന ചില ചുരുളുകളെ കെട്ടിവെച്ചിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ വഴിമാറുകയും ചില ചുരുളുകൾ അഴിഞ്ഞു വരികയും ചെയ്യട്ടെ.
Can I tell you this? ചിലർക്ക് വിരോധമായുള്ള കൈയെഴുത്തുകൾ മായുമ്പോൾ ചിലർക്ക് വേണ്ടി ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് ഇന്ന് ചിലതിനെ വലിച്ചെറിയുകയാണ്. Oh yes, പ്രാപിച്ചോ. Yes, ആത്മശക്തിയിൽ അത് പ്രാപിച്ചോ. Lord, ആത്മാവിന്റെ തീയാൽ ചിലതിന് വിരോധമായിട്ടുള്ള കൈയെഴുത്തുകളെ ഞങ്ങൾ ശുദ്ധീകരണത്തിൽ കൂടെ ശുദ്ധീകരണത്താൽ in the name of Jesus, ഇതിനകത്തും എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ഭവനാന്തരീക്ഷത്തിൽ ജീവിതത്തിൽ ഉള്ള ചില വിരോധമായിട്ടുള്ള കൈയെഴുത്തുകൾ ഇതോ മാഞ്ഞു പോകുകയാണ്. ചിലതിന്റെ അകൃത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഗ്നിമയമായ ശുശ്രൂഷയാൽ ദൂതന്മാർ ചില അകൃത്യങ്ങളെ നീക്കിക്കളയുകയാണ്. ഭവനങ്ങൾ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ, വ്യക്തികൾ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ, ആത്മാവിന്റെ തീ ചിലതിനെ ശുദ്ധീകരിക്കട്ടെ. പാരമ്പര്യമായിട്ടുള്ള ചില രോഗങ്ങൾ വിട്ടുമാറുകയാണ്. തലമുറയായി വരുന്ന ചില പ്രതികൂലങ്ങൾ ഇതാ എന്നേക്കും വിടപറയുകയാണ്. തുറന്നു കിടക്കുന്ന പൈശാചിക ശക്തികൾ അകത്തു വരുവാൻ തുറന്നു കിടക്കുന്ന ചില വാതിലുകൾ അടഞ്ഞു മാറട്ടെ. ഭാവി യേശുവിന്റെ നാമത്തിൽ open up. ചിലതിന്റെ ശുശ്രൂഷകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. Lord. Hallelujah. ചിലതിന്റെ ഭാവിയെ ദൈവം തിരുത്തി കുറിക്കുകയാണ്. ചിലതിന്റെ ദൈവിക ഉദ്ദേശങ്ങളെ ദൈവം ചിലതിനെ വലിച്ചെറിയുക. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാതെ, ആർക്കും അതിനെ തടയുവാൻ കഴിയാതെ വിരോധവും പ്രതികൂലവുമായിട്ടുള്ള കൈയെഴുത്തുകൾ, തലയിലെഴുത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന വിധികൾ, മന്ത്രവാദിയുടെയും ആഭിചാരകന്മാരുടെയും വാക്കുകൾ, ദേശത്തിന്റെ നിയമങ്ങൾ, നിയമക്കുരുക്കുകൾ പലതും വിരോധമായി വരുന്നതിനെ ഇന്ന് പകൽക്കാലം നാസറേന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ ജയമെടുക്കുകയാണ്. നമ്മൾ പാടി ദൈവത്തെ സ്തുതിക്കാൻ പോകുക. ഈ പാട്ട് പാടുമ്പോൾ പ്രാർത്ഥിച്ചോണം, കർത്താവേ എൻ്റെ അകത്തേക്ക് വ്യക്തമായി ഒരു ആത്മാവിൻ്റെ അഗ്നി അയച്ച് എൻ്റെ അകൃത്യങ്ങളെ ശുദ്ധീകരിച്ച് എനിക്ക് വിരോധമായി വരുന്ന പ്രതികൂലങ്ങൾ, എനിക്ക് വിരോധമായി വരുന്ന പരീക്ഷകൾ, എനിക്ക് വിരോധമായുള്ള ബന്ധനങ്ങൾ, എനിക്ക് വിരോധമായുള്ള വിധികൾ തലമുറയായി വരുന്നതിനെ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പല ഭവനങ്ങളിൽ നിന്നും ക്യാൻസൽ ചെയ്യുകയാണ്. വിശ്വസിക്കരാമേൻ പറഞ്ഞാലും എഴുന്നേറ്റ് നിന്നാലും താങ്ക് യു ലോർഡ്. നമ്മൾ പാടി സ്തോത്രം കഴിച്ചെടുക്കുവാൻ പോകുകയാണ്. ലോർഡ്, അടുത്ത പാട്ടുപാടി ഞങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ വാസ്തവത്തിൽ അഗ്നി കഷ്ണങ്ങൾ, അഗ്നി കനലുകൾ എടുത്ത ജനത്തിൻ്റെ മണ്ടേ വിതറുന്നത് പോലെ ദൂതന്മാരുടെ ശുശ്രൂഷകൾ സ്വർഗം ഇവിടെ റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. പലതിൻ്റെയും അകൃത്യങ്ങൾ അതോടുകൂടെ ദൈവം ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. ആത്മീയ അനുഭവങ്ങളുടെ ഉച്ചകോടിയിലെത്തിയ യെശയ്യാവിനെ ശുദ്ധീകരിക്കുന്നത് പോലെ വന്ന ആ അഗ്നിമയമായ ഒരു ശുശ്രൂഷ ഇതിൻ്റെ അകത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.